ഓക്കെ. അടുത്തായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇന്ത്യയുടെ ഒരു ജീനോം പ്രോജക്റ്റിനെ കുറിച്ചാണ്. ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് നടത്തിയിരുന്ന ജീനോം പ്രോജക്റ്റ് പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ പേര് എന്താണെന്ന് പറയാൻ പറ്റുമോ? ഇന്ത്യയുടെ സയൻസ് ആൻഡ് ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി ആണ് ഈ ജീനോം പ്രോജക്റ്റ് കൈകാര്യം ചെയ്യുന്നത്. ഈ ജീനോം പ്രോജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് ഇന്ത്യയുടെ ജീനോം പ്രോജക്റ്റ്. ഓക്കെ, ജീനോം ഇന്ത്യ പ്രോജക്റ്റ് തന്നെയാണ്. ജീനോം ഇന്ത്യ പ്രോജക്റ്റ്. ഓക്കെ, ജീനോം ഇന്ത്യ പ്രോജക്റ്റ് എന്നുള്ള പേരുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ജീനോം സീക്വൻസിങ് പ്രോജക്റ്റ് ആണ് ജീനോം ഇന്ത്യ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജീനോം സീക്വൻസിങ് പ്രോജക്റ്റ് ആണ്. ഇന്ത്യയുടെ ജീനോം സീക്വൻസിങ് പ്രോജക്റ്റിന്റെ പേര് ജീനോം ഇന്ത്യ പ്രോജക്റ്റ് എന്നാണ്. കൺഫ്യൂസ് ചെയ്യിക്കുന്നൊന്നുമില്ല. ജീനോം ഇന്ത്യ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്ന ജീനോം സീക്വൻസിങ് പ്രോജക്റ്റ് ആണ്. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം ഉണ്ടല്ലോ, സയൻസ് ആൻഡ് ടെക്നോളജി, അതിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, DBT എന്ന് പറയും. ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ജീനോം സീക്വൻസിങ് പ്രൊജക്ടിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ജീനോം സീക്വൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴായിട്ടും പല ഫാക്ടുകളൊക്കെ പഠിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലൊക്കെ കയറി വന്നിട്ടുണ്ടാവും. ജീനോം സീക്വൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റും എന്താണ് ജീനോം സീക്വൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജീനോം സീക്വൻസിങ്, ജീൻ എന്ന് കേട്ടിട്ടില്ല? ജീൻ എന്താണ്? ജീൻ എന്ന് പറഞ്ഞാൽ എന്താ? ജീൻ നമ്മൾ സാധാരണ ഒരു ലേമൺ ടേംസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെയാണ് ഈ ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെറിഡിറ്ററിയുമായി ബന്ധപ്പെട്ട ഒരു സാധനമാണ്, അല്ലെ? DNA ബന്ധപ്പെട്ട്. DNA ആണോ ജീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ DNA ഒരു ഭാഗമാണ് ജീൻ. ഓക്കെ, DNA ഒരു ഭാഗമായിട്ടുള്ള സാധനമാണ് ജീൻ എന്ന് പറയുന്നത്. ഓക്കെ, DNA ഒരു കഷ്ണം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറയാം. ഓക്കെ, ഹെറിഡിറ്ററിയുടെ യൂണിറ്റ് ആണ്. ഹെറിഡിറ്ററിക്ക് കാരണം ജീനാണ്. ഓക്കെ, നമുക്ക് പാരമ്പര്യ ഗുണങ്ങൾ കിട്ടുന്നത് ജീൻ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ജീനോം സീക്വൻസ് നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം DNA ഭാഗമായിട്ടുള്ള ഒരു സാധനമാണ്. ഈ ജീനാണ് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ എല്ലാ സ്വഭാവ ഗുണങ്ങൾക്കും കാരണം. പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനുണ്ടാകുന്ന കുട്ടി മനുഷ്യനെ പോലെ തന്നെ ഇരിക്കുന്നു. അവനെ പോലെ മൂക്കും കണ്ണും ചെവിയും എല്ലാം ഉണ്ട്. അവനെ പോലെ തലമുടിയുണ്ട്, പുരികനുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതിനെല്ലാം കാരണം ജീനുകളാണ്. ഓക്കെ, ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയായിട്ടുള്ള ജീനിന്റെ കൈമാറ്റമാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്? ആ ഒരു സ്വഭാവ ഗുണങ്ങളെല്ലാം ഉണ്ടാവാൻ കാരണം. ഹെറിഡിറ്ററിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജീനുകളാണ്. അപ്പോൾ എന്താണ് ജീനോം സീക്വൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജീനോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു ജീവി വർഗത്തിന്റെ അകത്തുള്ള എല്ലാ ജീനുകളെയും കംപ്ലീറ്റ് സെറ്റ് ഓഫ് ജീനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജീനോം എന്ന്. ഓക്കെ, ജീനോം, GENOME, ജീനോം. ജീനോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിക്കകത്തുള്ള എല്ലാ ജീനുകളെയും. ഓക്കെ, അപ്പോൾ മനുഷ്യനൊരു സെറ്റ് ജീനുണ്ട്, അതേപോലെ തന്നെ പൂച്ചയ്ക്ക് ഉണ്ടാവും, ആനയ്ക്ക് ഉണ്ടാവും. ഇതെല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പോൾ ഓരോ ജീവിവർഗത്തിന്റെയും മുഴുവൻ ജീൻ സെറ്റിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ജീനോം. അപ്പൊ ഈ ജീനോമിന് എന്ത് ചെയ്യുക? അതിനെ വേർതിരിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? ജീനോം സീക്വൻസിങ് എന്ന് പറയാം. ഓക്കെ, ജീനോം സീക്വൻസിങ് എന്ന് പറയാം. അതായത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇപ്പൊ ഈ ജീനോം ഇന്ത്യ പ്രോജക്റ്റ് എന്ന് പറയുന്നത് എന്താ? മനുഷ്യന്റെ ശരീരത്തിനകത്തുള്ള മുഴുവൻ ജീനുകളെയും, മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയിലെ മുഴുവൻ ജീനുകളെയും എന്ത് ചെയ്യാണ്? ഡീകോഡ് ചെയ്തെടുക്കുന്ന പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ ജീനോം സീക്വൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ജീനോം സീക്വൻസിങ്. ഈ ജീനോം സീക്വൻസിങ് പല രാജ്യങ്ങളും ചെയ്യാറുണ്ട്. ഓക്കെ, പല രാജ്യങ്ങളും ജീനോം സീക്വൻസിങ് ചെയ്തിട്ടുണ്ട്. ലോകത്ത് ആദ്യമായിട്ട് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് തുടങ്ങുന്നത് USA ആണ്. അത് 1990 തുടങ്ങിയാണ്. 2003 അത് അവസാനിക്കുന്നത്. ഏകദേശം ഒരു 92% മനുഷ്യന്റെ ജീനുകളെ കുറിച്ചൊക്കെ അന്ന് ഏകദേശം ഒരു കംപ്ലീറ്റ് രൂപം അന്ന് കിട്ടിയിരുന്നു. പിന്നീട് പല രാജ്യങ്ങളും ഫ്രാൻസും ജർമ്മനിയും ജപ്പാനും ചൈനയും ഒക്കെ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? ജീനോം സീക്വൻസിങ് നടത്തിയിട്ടുണ്ട്. നമ്മളും നടത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പ്രൊജക്ട് എന്നാ തുടങ്ങുന്നത്? ഈ ജീനോം ഇന്ത്യ പ്രോജക്ട് എന്നാ തുടങ്ങുന്നത്? 2009 ഈ പ്രോജക്ട് ആരംഭിച്ചത്. 2009 നമ്മൾ ഈ ജീനോം സീക്വൻസിങ്, മനുഷ്യരുടെ മുഴുവൻ ജീനുകളെയും ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള ഈ ജീനോം സീക്വൻസിങ്
ആരംഭിച്ച് 2009 ഓക്കെ, 2009 ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 10,000-ഓളം ജനറ്റിക് സാമ്പിളുകൾ ഇന്ത്യയിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ജീനോം ഇന്ത്യ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഇതിന് നേതൃത്വം നൽകിയത് ആരാന്ന് ശ്രദ്ധിക്കണം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി ആണ് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിലുള്ളത്. ഇനി ഇന്ത്യയിൽ ഇവർ മാത്രമാണോ ജീനോം സീക്വൻസിങ് നടത്തിയെന്ന് ചോദിച്ചാൽ അല്ല. നമ്മുടെ CSR ഉണ്ട്, CSIR ചിലപ്പോൾ കേട്ടിട്ടുണ്ടായി, നെറ്റ് എഴുതുന്ന ആളുകൾക്ക് അറിയാം. ഇതിലെ ശാസ്ത്രരംഗത്തുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള ഗവേഷണ സ്ഥാപനമാണ് അല്ലെ, കൗൺസിൽ ഫോർ സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്ന് പറയും അല്ലെ, സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമാണ്. ഇവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ ജീനോം സീക്വൻസിങ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. CSIR-ന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻഡിജൻ എന്നാണ്. ഇൻഡിജൻ, ഓക്കെ, ഈ പദ്ധതിയുടെ വിളിക്കുന്ന പേര് ഇൻഡിജൻ ആണ്. അവരുടെ പ്രോജക്റ്റിന്റെ പേര് ഇൻഡിജൻ പ്രോഗ്രാം എന്നാണ്. നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി മന്ത്രാലയം നടത്തിയ ജീനോം സീക്വൻസിങ് പ്രോജക്റ്റിന്റെ പേര് ജീനോം ഇന്ത്യ പ്രോജക്റ്റ് എന്നാണ്. ഓക്കെ, അപ്പൊ രണ്ടും ഇന്ത്യയിൽ ഉണ്ടായ പ്രോജക്റ്റുകൾ തന്നെയാണ്. ജസ്റ്റ് അതിന്റെ പേരൊന്ന് ഓർത്തു വയ്ക്കാന്ന് മാത്രം. അതിലെ ജീനോം ഇന്ത്യ പ്രോജക്റ്റ് ആണ് ഇമ്പോർട്ടന്റ്. അതിപ്പോ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തന്നെ, ജീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള തന്നെ മറ്റൊരു ഫാക്ട് കൂടെ നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹീമോഫീലിയക്കെതിരായിട്ടുള്ള ഒരു ജീൻ തെറാപ്പി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഹീമോഫീലിയക്കെതിരായിട്ടുള്ള ജീൻ തെറാപ്പി ഇന്ത്യയിൽ ആദ്യം നടന്നത് എവിടെയാണ്? അതായത് ജീൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ ഉണ്ട്. എന്താ നമ്മൾ പറഞ്ഞു, എല്ലാ പാരമ്പര്യങ്ങൾക്കും കാരണം ജീനുകളാണെന്ന് പറഞ്ഞു. പാരമ്പര്യമായിട്ടുള്ള അസുഖങ്ങൾക്ക് കാരണവും ജീൻ തന്നെയാണ്. ഇപ്പൊ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന അസുഖങ്ങൾ ഏതൊക്കെയോ ഒന്ന് പറയാൻ പറ്റുമോ? 1-2 എക്സാമ്പിൾ. പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന ചില അസുഖങ്ങളുണ്ട്. യെസ്, ഷുഗർ ഉണ്ട് അല്ലെ, ഡയബറ്റീസ് ഉണ്ട്, ഹീമോഫീലിയ ഉണ്ട്, സിക്കിൾ സെൽ അനീമിയ, വെരി ഗുഡ്, സിക്കിൾ സെൽ അനീമിയ ഉണ്ട്, ക്യാൻസറുകൾ ഉണ്ട് അല്ലെ, വിവിധ തരത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങളും നമുക്ക് എന്താണ് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ചില ജീനുകളുടെ തകരാറുകളാണ് എന്തിന് കാരണമാകുന്നത്? ഈ പറയുന്ന അസുഖങ്ങൾക്ക് കാരണമാകുന്നത്. ഇപ്പൊ ഹീമോഫീലിയ അങ്ങനെയുള്ള ഒരു അസുഖമാണ്. എന്താ ഹീമോഫീലിയ ഉള്ള ആളുകളുടെ പ്രശ്നം? എന്താ? ബ്ലഡ് ക്ലോട്ട് ആവില്ല അല്ലെ. ഹീമോഫീലിയക്ക് നമ്മൾ വേറൊരു പേരും പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ ഹീമോഫീലിയ? നമ്മൾ വേറൊരു ഒരു അസുഖം എന്ന വേറെ പേരാണ്. രാജകീയ രോഗം അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? റോയൽ ഡിസീസ് എന്ന് പറയാൻ കാരണം എന്താ? യെസ്, ബ്രിട്ടീഷ് രാജാക്കന്മാരുടെ കുടുംബത്തില് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു അസുഖമാണ് എന്ത്? ഈ ഹീമോഫീലിയ എന്ന് പറയുന്നത്. അപ്പോ ആ ഹീമോഫീലിയ അവരുടെ ജീനിലുണ്ട്, അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യമായിട്ട് അവർക്ക് കിട്ടുന്നൊരു അസുഖ. അതിന് കാരണം എന്ന് പറയുന്നത് അവരുടെ ഇന്റർബ്രീഡിംഗ് ആണെന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ ഒരു കുടുംബത്തിനകത്ത് തന്നെ വിവാഹബന്ധങ്ങള് എന്താ പറയാ ചുരുക്കി കഴിഞ്ഞാൽ നമ്മൾ റിസസീവ് ജീനുകൾ ഉണ്ടാവുന്ന പറയാറ്. അതായത് നമ്മൾ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് കല്യാണം കഴിക്കുമ്പോൾ നമ്മളെ റിസസീവ് ജീനുകൾ ഉണ്ടാവും. ജീനുകൾക്കൊക്കെ തകരാറ് സംഭവിക്കുക, അത് പലതരത്തിലുള്ള ജനറ്റിക്കൽ അസുഖങ്ങൾക്കൊക്കെ കാരണമാവും. ക്ലോസ് റിലേറ്റീവ്സിനെ കല്യാണം കഴിക്കാൻ പാടില്ല. അപ്പൊ അതിനുള്ളൊരു എക്സാമ്പിൾ ആണത്. ഓക്കെ, അപ്പൊ അങ്ങനെ പരമ്പരാഗതമായിട്ട് അവർ കല്യാണം കഴിച്ച് വന്നതിന്റെ ഫലമായിട്ട് അവർക്ക് ഉണ്ടായ ഒരു ജീൻ മ്യൂട്ടേഷൻ വഴി സംഭവിച്ചതാണ് ഈ പറയുന്ന ഹീമോഫീലിയ അസുഖം. അപ്പൊ ഹീമോഫീലിയ അല്ലാത്ത ആളുകളിലുണ്ട് ജീൻ മ്യൂട്ടേഷൻ വഴി. മ്യൂട്ടേഷനൊക്കെ ചിലപ്പോൾ നിങ്ങൾ എവല്യൂഷൻ പഠിക്കുന്നുണ്ടാവും. ഈ ജീൻ മ്യൂട്ടേഷൻ വഴിയൊക്കെ ഹീമോഫീലിയ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെതിരെ നമ്മൾ ജീൻ തെറാപ്പി നടത്തും. ജീൻ തെറാപ്പി നടക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ആ രോഗത്തിന് കാരണക്കാരനായിട്ടുള്ള ജീനിന് പകരം വേറൊരു ജീൻ റീപ്ലേസ് ചെയ്യുന്നതാണ്. ഒരു വെക്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് റീപ്ലേസ് ചെയ്യുന്ന പരിപാടിയൊക്കെയാണ് ജീൻ തെറാപ്പി. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകണ്ട. ജസ്റ്റ് ജീൻ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം ജീനിന് അല്ലെങ്കിൽ രോഗത്തിന് കാരണമാകുന്ന ജീനിന് പകരം വേറൊരു ജീന് കയറ്റുക, അതാണ് ജീൻ തെറാപ്പി. അപ്പൊ ഹീമോഫീലിയക്ക് എതിരായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജീൻ തെറാപ്പി നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CMC വെല്ലൂരിലാണ്. ഹ്യൂഗോ ഡ്രൈവ്സിന്റെ നമ്മുടെ എവല്യൂഷന്റെ അല്ലേ, മ്യൂട്ടേഷൻ. യെസ്. ഓക്കെ, CMC വെല്ലൂർ കേട്ടില്ലേ? CMC വെല്ലൂർ കേട്ടില്ലേ? ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് അല്ലെ, വെല്ലൂർ. യെസ്. അപ്പോൾ അവിടെയാണ് ഹീമോഫീലിയക്ക് എതിരായിട്ടുള്ള ജീൻ തെറാപ്പി ആദ്യമായിട്ട് നടന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ലോകത്തിലെ ആദ്യത്തെ ഗ്ലോബൽ സെർവിക്കൽ ക്യാൻസർ എലിമിനേഷൻ ഫോറം നടന്നത് എവിടെയാണ്? ഓക്കെ, ലോകത്തിലെ ആദ്യത്തെ ഗ്ലോബൽ സെർവിക്കൽ ക്യാൻസർ എലിമിനേഷൻ ഫോറം. സെർവിക്കൽ ക്യാൻസർ
എന്ന് പറയുന്ന അസുഖത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സെർവിക്കൽ ക്യാൻസർ. യെസ്, കൊളംബിയ. യെസ്, കറക്റ്റ് ആൻസർ കൊളംബിയയാണ്. ഗ്ലോബൽ സെർവിക്കൽ ക്യാൻസർ എലിമിനേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ അതിന്റെ ഫോറം, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇരുന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പോൾ സെർവിക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെർവിക്സിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്, ഒരു ക്യാൻസർ ആണ്. സാധാരണ ക്യാൻസറുകൾ നമുക്കറിയാം ജനിതകപരമായ തകരാറ് മൂലം ഉണ്ടാവുന്നതാണ്. പക്ഷെ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന ഒരു വൈറസ് ആണ്. ഏതാണ് വൈറസ്? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഏതൊരു ക്ലാസ്സിലൊക്കെ. വാക്സിൻ ഒക്കെ ഉണ്ട് അല്ലേ? വാക്സിൻ ഉണ്ട്. യെസ്, വാക്സിന്റെ കാര്യം പറഞ്ഞിരുന്നു. സെർവാക്. ഓക്കെ. ഏത് വൈറസ്? യെസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, HPV വൈറസ്. ഓർത്ത് വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. HPV, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന വൈറസ് ആണ് സെർവിക്കൽ ക്യാൻസറിന് കാരണമാവുന്നത്. അപ്പൊ ഈ സെർവിക്കൽ ക്യാൻസറിനെതിരായിട്ട് അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയാണ് ഈ എലിമിനേഷൻ ഫോറം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്ലോബൽ സെർവിക്കൽ ക്യാൻസർ എലിമിനേഷൻ ഫോറം. ഇത് നടന്നത് കൊളംബിയയിൽ വെച്ചിട്ടാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും യൂണിസെഫും അതുപോലെ വേൾഡ് ബാങ്കും പിന്നെ നമ്മുടെ ബിൽ ഗേറ്റ്സിന്റെ ഒരു ചാരിറ്റി സംഘടനയുണ്ട്, ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയും. അവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഈ പരിപാടി നടത്തിയത്. ഓക്കെ. ഇന്ത്യയിൽ സ്ത്രീകളിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ ക്യാൻസർ ആണ് സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സെർവിക്കൽ ക്യാൻസർ. അപ്പൊ ഇന്ത്യയിൽ ഒരുപാട് സ്ത്രീകൾ സെർവിക്കൽ ക്യാൻസർ മൂലം മരണപ്പെടുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കും അത് ഇമ്പോർട്ടന്റ് ആണ്. സോ അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഈ അടുത്ത് ചെങ്കടലിൽ റെഡ് സീയിൽ ഉണ്ടായ ഒരു അപകടത്തില് 3 സബ്മറൈൻ കേബിൾ സിസ്റ്റത്തിന് നാശം സംഭവിച്ചു. ഓക്കെ, സബ്മറൈൻ കേബിൾ സിസ്റ്റം. എന്താണ് സബ്മറൈൻ കേബിൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പൊ ചെങ്കടലിൽ റെഡ് സീയിൽ ഉണ്ടായ ഒരു അപകടത്തില് 3 സബ്മറൈൻ കേബിൾ സിസ്റ്റം. സബ്മറൈൻ എന്ന് വിചാരിച്ചാൽ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ സബ്മറൈൻ അന്തർവാഹിനിയാന്ന് വിചാരിക്കും. അല്ല. എന്താണ് സബ്മറൈൻ കേബിൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള കേബിളുകളാണ്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്റർനെറ്റ് കണക്ഷൻ, നമ്മൾ ഇവിടുന്ന് ഒരു അമേരിക്കക്കാരന് മെയിൽ അയക്കുമ്പോൾ അത് അമേരിക്കയിൽ എത്തുന്നത് നമ്മുടെ മൊബൈൽ നെറ്റ്വർക്ക് വഴിയല്ല, അല്ലെങ്കിൽ സാറ്റലൈറ്റിലൂടെ മാത്രമല്ല. അതെങ്ങനെയാണ് ആ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ ശരിക്കും നടക്കുന്നത്? അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ 99% ഇന്റർനെറ്റ് ട്രാഫിക്കും കടന്നു പോകുന്നത് ഈ കടൽ വഴിയുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വഴിയാണ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? വളരെ നാരോ ആയിട്ടുള്ള ഫൈബർ കേബിളുകൾ അല്ലെ, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കേബിളുകൾ. അപ്പൊ അതുവഴിയുള്ള സിഗ്നലുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ലൈറ്റ് സിഗ്നൽ വഴിയാണ് ലോകത്തിന്റെ 99% ഇന്റർനെറ്റ് ട്രാഫിക്കും കടന്നു പോകുന്നത്. ഇതേ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സബ്മറൈൻ കേബിൾ സിസ്റ്റം. ഇതൊക്കെ കടലിന്റെ അടിത്തട്ടിലാണ് ഇട്ടിരിക്കുന്നത്. സമുദ്രത്തിന്റെ സീ ഫ്ലോർ ഉണ്ടല്ലോ, ഓഷ്യൻ ഫ്ലോർ, അതിലാണ് ഈ കേബിളുകൾ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഈ കേബിളുകൾ സ്ഥാപിക്കുന്നതൊക്കെ നല്ല രസമാണ് കാണാൻ. ചിലപ്പോൾ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഇതിന്റെയൊക്കെ ഇൻസ്റ്റാൾമെന്റ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സബ്മറൈൻ കേബിൾ സിസ്റ്റം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേബിൾ സിസ്റ്റം വഴിയാണ് ലോകത്ത് ഇന്ന് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ പോസിബിൾ ആവുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു 3 കേബിൾ സിസ്റ്റംസിന് എന്ത് പറ്റി? ഈ ചെങ്കടലിൽ ഉണ്ടായിരുന്ന 3 കേബിൾ സിസ്റ്റത്തിന് നാശം സംഭവിച്ചു. ഓക്കെ, അതിൽ 3 സിസ്റ്റംസ് ഉണ്ട്. ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് 1 എന്ന് പറയുന്ന ഒരു കേബിൾ സിസ്റ്റം. ഏഷ്യ ആഫ്രിക്ക യൂറോപ്പിനെ കണക്ട് ചെയ്യുന്നതായിരിക്കാം. പിന്നെ യൂറോപ്പ് ഇന്ത്യ ഗേറ്റ് വേ മറ്റൊരു കേബിൾ സിസ്റ്റം ആണ്. യൂറോപ്പ് ഇന്ത്യ ഗേറ്റ് വേ, അതിനും നാശം സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ ടാറ്റ ഗ്ലോബൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ടാറ്റയുടെ മറൈൻ കേബിൾ സിസ്റ്റം ആയിരിക്കണം. ഈ കേബിൾ സിസ്റ്റത്തിന് എന്ത് സംഭവിച്ചിട്ടുണ്ട്? നാശം സംഭവിച്ചു. ഈ 3 കേബിൾ സിസ്റ്റം നാശം സംഭവിച്ചു. ഓക്കെ, അപ്പം ജസ്റ്റ് നമ്മൾ സബ്മറൈൻ കേബിൾ സിസ്റ്റം എന്ന് ഓർത്ത് വെച്ചാൽ മതി. അതിന്റെ പേരും ഇത്രയും സ്പെസിഫിക് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല. എന്നാലും ഈ സബ്മറൈൻ കേബിൾ സിസ്റ്റത്തിന് നാശം സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ അതിർത്തി അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലൂടെ ഏകദേശം 17 സബ്മറൈൻ കേബിൾ സിസ്റ്റം പോകുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ ടെറിട്ടറി കൂടി നിലവിൽ ഇത് ഓരോ രാജ്യത്തു നിന്നും വേറെ രാജ്യത്തേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു നെറ്റ്വർക്കാണ്.
അപ്പൊ നമ്മുടെ ടെറിട്ടറി കൂടി ഏകദേശം 17ഓളം സബ്മറൈൻ കേബിൾ സിസ്റ്റംസ് കടന്നു പോകുന്നുണ്ട്. ഉദാഹരണം പറയാം, കൊച്ചി ലക്ഷദ്വീപ് ഐലാൻഡ് കേബിൾ സിസ്റ്റം എന്ന് പറയുന്ന സാധനമുണ്ട്. അത് നമ്മുടെ കൊച്ചി വഴി കടന്നു പോകുന്ന ഒരു കേബിൾ സിസ്റ്റമാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് 17 ഉണ്ട്. ഓക്കെ, ഇനി ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാരാ? ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ പിതാവ്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആള് ആരാണ്? യെസ്, നരേന്ദ്ര സിംഗ് കബാനി. നരേന്ദ്ര സിംഗ് കബാനിയാണ്. അദ്ദേഹം ഒരു UK കാരനാണ്, ഇന്ത്യയിലാണ് ജനിച്ചത്, UK പൗരനാണ്. അദ്ദേഹമാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ പിതാവ്. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ അല്ലെങ്കിൽ OFCയുടെ പ്രവർത്തന തത്വം എന്താണ്? ഫിസിക്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. OFCയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതിനകത്ത് ഇലക്ട്രിസിറ്റി അല്ല കടന്നു പോകുന്നത്, നമുക്കറിയാം ലൈറ്റ് ആണ് കടന്നു പോകുന്നത് അല്ലെ. ലൈറ്റ് ആണ് അതിലൂടെ പാസ് ചെയ്യുന്നത്. ലൈറ്റ് എങ്ങനെയാ പോകുന്നത്? യെസ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയും. പൂർണ്ണ ആന്തരിക പ്രതിഫലനം അല്ലെ, മലയാളം അതല്ലേ? പൂർണ്ണ ആന്തരിക പ്രതിഫലനം അല്ലേ? അപ്പൊ അതേ രീതിയിലുള്ള ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്ത് അങ്ങനെ പോയി വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സബ്മറൈൻ കേബിൾ സിസ്റ്റം എന്നാണ്. റെഡ് സീൽ ഉണ്ടായ ഒരു ആക്സിഡന്റിൽ അത് 3 നാശം സംഭവിച്ചു. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി ഈ അടുത്ത് DRDO ഒരു മിസൈൽ സിസ്റ്റം പരീക്ഷിക്കുകയുണ്ടായി. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ ടെക്നോളജി എന്നാണ് അതിന്റെ പേര്. ഒരു മിസൈൽ ടെക്നോളജിയാണ് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ, MIRV എന്നാണ് അതിന്റെ പേര്. MIRV. ഓക്കെ, അതെന്താ നോക്കാം. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് ന്യൂക്ലിയർ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള, ന്യൂക്ലിയർ വാർ ഹെഡുകൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകളാണത്. കൃത്യമായിട്ട് പറഞ്ഞാൽ അഗ്നി 5 മിസൈലാണ് ഈ പറയുന്ന MIRV ടെക്നോളജിയിലുള്ളത്. അതായത് യെസ്, ദിവ്യാസ്ത്ര എന്ന് തന്നെയാണ് ഞാൻ അവസാനം പറയാന്ന് വെച്ചാൽ. ദിവ്യാസ്ത്ര എന്നാണ് അതിന്റെ പേര്. ഓക്കെ, ആ മിഷൻ അവർ കൊടുത്ത പേര് അല്ലെങ്കിൽ ആ സാങ്കേതിക വിദ്യക്ക് അവർ കൊടുത്ത ഇന്ത്യൻ നെയിം എന്നാണ് മിഷൻ ദിവ്യാസ്ത്ര എന്നുള്ളതാണ്. അതിന്റെ ഒറിജിനൽ ടെക്നിക്കൽ നെയിം മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്നാണ്, MIRV. ഓക്കെ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരേ സമയം ഒന്നിലധികം ന്യൂക്ലിയർ വാർ ഹെഡുകൾ ക്യാരി ചെയ്യാൻ കഴിയുന്ന അഗ്നി 5 മിസൈലാണത്. ഓക്കെ, എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം എന്ത് ചെയ്യാൻ പറ്റും? ഒരേ സമയം ന്യൂക്ലിയർ വാർ ഹെഡുകൾ, മൾട്ടിപ്പിൾ ന്യൂക്ലിയർ വാർ ഹെഡുകൾ ക്യാരി ചെയ്യാം. മാത്രമല്ല ഡിഫറെന്റ് ടാർഗറ്റുകളിലോട്ട് അത് എയിം ചെയ്യാനും പറ്റും. അപ്പോൾ ഒന്നിലധികം സാധാരണ നമ്മളൊരു മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അതിനകത്ത് കുറച്ച് ഒരു ആറ്റം ബോംബ് കയറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. ഒരൊറ്റ ടാർഗറ്റിലോട്ട് വിക്ഷേപിക്കും, അവിടെ പോയി പൊട്ടും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചിലപ്പോൾ നോർമലി അതിന്റെ ഡിസൈൻ, സ്റ്റാൻഡേർഡ് ഡിസൈൻ എന്ന് പറയുന്നത്. പക്ഷെ MIRV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദിവ്യാസ്ത്ര എന്ന് വിളിച്ച DRDO വികസിപ്പിച്ച ഈ ഒരു മിസൈൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൽ ഒന്നിലധികം ന്യൂക്ലിയർ ടാർഗറ്റുകൾ ക്യാരി ചെയ്യാൻ പറ്റും. മാത്രമല്ല പല ടാർഗറ്റുകളിലോട്ട് അതിനെ എയിം ചെയ്യാനും പറ്റും. ഒന്നിലധികം ലൊക്കേഷനിലോട്ട് ഈ ബോംബ് ഇടാനും അതിന് പറ്റും. ഓക്കെ, നിലവില് യെസ്, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, രജനീകാന്ത് സ്റ്റൈൽ. നിലവില് പക്ഷെ വേറെ ഒരുപാട് രാജ്യങ്ങൾക്ക് ഈ ടെക്നോളജി ഉണ്ട്. റഷ്യക്കുണ്ട്, UK-ക്കുണ്ട്, ഫ്രാൻസിനുണ്ട്, ചൈനയ്ക്കുണ്ട്, അതുപോലെ USA-ക്കുണ്ട്, ഈവൻ പാകിസ്ഥാന് പോലും ഉണ്ട്. പാകിസ്ഥാൻ 2-3 വർഷം മുമ്പ് തന്നെ ഈ ടെക്നോളജി കൈക്കലാക്കിയിട്ടുണ്ട്. അവരുടെ കയ്യിലുണ്ട് ഈ സാധനം. ഓക്കെ, ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല, പക്ഷെ അവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ട് പറയുന്നുണ്ട്. സോ നിലവിൽ റഷ്യക്ക്, UK, ഫ്രാൻസ്, ചൈന, USA, പാകിസ്ഥാൻ ഈ രാജ്യങ്ങൾക്കാണ് എന്തുള്ളത്? ഈ MIRV ടെക്നോളജി ഉള്ളത്. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ ടെക്നോളജി എന്ന് പറയും. അതിന്റെ മറ്റൊരു പേരാണ് എന്ത്? ദിവ്യാസ്ത്ര. ഓക്കെ, ദിവ്യാസ്ത്ര, ആ പേരും ഓർത്തു വെക്കുക. ചിലപ്പോൾ അതിന്റെ പ്രത്യേകതകളോ ഇത് പറയുമ്പോൾ ഈ പേരായിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുക. ഈ ടെക്നിക്കൽ പേരും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ISRO അടുത്ത കാലത്ത് പരീക്ഷിച്ച റീയൂസബിൾ ലാൻഡ് വെഹിക്കിളിന്റെ പേരെന്താണ്? റീയൂസബിൾ ലാൻഡ് വെഹിക്കിൾ.
പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് പഴയ കറണ്ട് അഫെയർ ആണ്, ബട്ട് അതിലൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. പഴയ കറണ്ട് അഫെയർ ആണ്, ചെറിയ രീതിയിലൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. യെസ്, എല്ലാവരും പറയണം പുഷ്പക് അല്ലെ. പുഷ്പക് വിമാനം, പഴയ പുഷ്പക് വിമാനത്തിന്റെ പേരിൽ നിന്നും പുഷ്പക് എന്ന് പറയുന്ന ഒരു റീയൂസബിൾ ലാൻഡ് വെഹിക്കിള് ISRO ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സെക്കൻഡ് വേർഷൻ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. 2023 നമ്മൾ പരീക്ഷിച്ചത് RLV LEX-01 എന്ന് പറയുന്ന പുഷ്പകായിരുന്നു. RLV LEX-1 റീയൂസബിൾ ലാൻഡിംഗ് വെഹിക്കിൾ എന്ന് തന്നെയാണ് അതിന്റെ പേര്, RLV LEX-1. ഇപ്പൊ അതിന്റെ സെക്കൻഡ് വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്, പുഷ്പക് RLV LEX-02 എന്ന് പറയുന്ന റീയൂസബിൾ ലാൻഡിംഗ് വെഹിക്കിൾ എന്ന് പറഞ്ഞ ടെക്നോളജിന്റെ പുതിയ വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്താ സത്യത്തിൽ ചെയ്യുന്ന എന്താ ഈ റീയൂസബിൾ ലാൻഡ് വെഹിക്കിൾ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? റീയൂസബിൾ ലാൻഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ അത്? യെസ്, വീണ്ടും യൂസ് ചെയ്യുക അല്ലെ. വീണ്ടും യൂസ് ചെയ്യുക. നോർമലി നമ്മൾ എങ്ങനെയാ റോക്കറ്റ്, ഇപ്പൊ ഒരു സാറ്റലൈറ്റ് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ കണ്ടിട്ടുള്ളത്? എങ്ങനെയാ എന്റെ ടെക്നോളജി വരുന്നത്? എങ്ങനെയാ? റോക്കറ്റ് ആണ്. എങ്ങനെയാ? ജസ്റ്റ് നോർമൽ റോക്കറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ പറയുന്ന കത്തിത്തീരുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ നേരെ മുകളിലോട്ട് വിടും, അത് കത്തി അമർന്ന് അതിന്റെ ഏറ്റവും ടോപ്പിലുള്ള ഭാഗം മാത്രം നേരെ എവിടെ പോയി പ്രവേശിക്കും? ബഹിരാകാശത്തെത്തും. ബാക്കിയെല്ലാം കത്തിത്തീർന്ന് താഴെ ഭൂമിയിൽ വന്ന് പതിക്കും. ഓക്കെ, ഇതായിരുന്നു പഴയ ടെക്നോളജി എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു പേലോഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സാറ്റലൈറ്റാണ്. ഈ പേലോഡ് കൊണ്ടുപോയിട്ട് ഭൂമിയുടെ ഒരു ലോ എർത്ത് ഓർബിറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷം കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്ത പോയിന്റ്, ഓക്കെ, ബഹിരാകാശത്തിന്റെ ഭാഗമായിട്ടുള്ള അവിടെ ഈ പേലോഡുകൾ കൊണ്ടുപോയി ഇറക്കി തിരിച്ച് സുരക്ഷിതമായിട്ട് വന്നിറങ്ങുന്ന തരത്തിലുള്ള ഒരു ഒരു എയറോപ്ലെയിൻ പോലുള്ള സംഭവം, ഒരു പ്ലെയിൻ പോലെയുള്ള സാധനമാണ്. ഓക്കെ, അതായത് റോക്കറ്റ് പോലെ കത്തി അമർന്നങ്ങ് തീരുന്ന സാധനമല്ല. ഈ വെഹിക്കിൾ നേരെ പോയി ലോ എർത്ത് ഓർബിറ്റിൽ പോയി സാറ്റലൈറ്റിനെ വിട്ടിട്ട് തിരിച്ച് അതേപടി എന്ത് ചെയ്യും? തിരിച്ച് വന്ന് ഇറങ്ങും. ഓക്കെ, നല്ല രസമാണ്. അതിന്റെ വീഡിയോ കാണാനൊക്കെ രസമാണ്. അതിന്റെ പരീക്ഷണ വീഡിയോ ഒക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിങ്ങനെ തിരിച്ച് വന്ന് ഇറങ്ങിയ പ്രൊപ്പൽഷൻ യൂസ് ചെയ്തുകൊണ്ട് പതുക്കെ വന്ന് ലാൻഡ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ പറയുന്ന RLV വെഹിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, RLV വെഹിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പേര് ഓർത്ത് വയ്ക്കുക, പുഷ്പക് എന്നാണ്. അതിന്റെ സെക്കൻഡ് വേർഷൻ ആണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഇനി ISRO ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ഫാക്റ്റ് ആണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി അടുത്ത് 3 സ്പേസ് പ്രൊജക്റ്റുകളുടെ ഇനാഗുറേഷൻ നടത്തിയിരുന്നു. അപ്പൊ അത് തിരുവനന്തപുരത്ത് വെച്ചാണ് നടത്തിയത്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് അതിന്റെ പേരുകളൊന്ന് ഓർത്ത് വെക്കണം. തിരുവനന്തപുരം സന്ദർശിച്ച സമയത്ത് തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഉദ്ഘാടന സമയത്ത്, അല്ലെങ്കിൽ അവിടെ വെച്ചിട്ടാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 3 ടെക്നോളജികൾ. ഓക്കെ, ഗഗൻയാൻ നമ്മൾ പറഞ്ഞാണല്ലോ, ഗഗൻയാൻ നമുക്കറിയാം. ഇത് SLV ഇന്റഗ്രേഷൻ ഫെസിലിറ്റി ഒന്നാണ്. SLV ഇന്റഗ്രേഷൻ ഫെസിലിറ്റി എന്നാണ് ഒന്നിന്റെ പേര്. മറ്റൊന്ന് സെമി ക്രയോജനിക്സ് ഇന്റഗ്രേറ്റഡ് എഞ്ചിൻ ആൻഡ് സ്റ്റേജ് ടെസ്റ്റ് ഫെസിലിറ്റി. ഓക്കെ, ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും എവിടെങ്കിലൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് 1-2 വാക്കുകളെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഓർമ്മയിൽ വരുന്ന രീതിയിൽ ഒന്ന് പഠിച്ചെടുക്കണം. ചില സമയത്തൊക്കെ ISROയുടെ മിഷൻസും ഒക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്ന ഒരു ടെൻഡൻസി കാണാറുണ്ട്. നമ്മളൊന്നും ഒരിക്കലും നമ്മളെ ഓടിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്ത ഏരിയയിൽ നിന്നൊക്കെ ചിലപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് എക്സാം ടൈറ്റ് ആക്കണം എന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം PSC ചിലപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ കേരളത്തിൽ വെച്ച് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ ചോദ്യം ഞാൻ ഉൾപ്പെടുത്തിയത്. SLV ഇന്റഗ്രേഷൻ ഫെസിലിറ്റി ആണ് ഒന്ന്. മറ്റൊന്ന് സെമി ക്രയോജനിക്സ് ഇന്റഗ്രേറ്റഡ് എഞ്ചിൻ ആൻഡ് സ്റ്റേജ് ടെസ്റ്റ് ഫെസിലിറ്റി. ഓക്കെ, മറ്റൊന്ന് ട്രയോസോണിക് വിൻഡ് ടണൽ. ഓക്കെ, നോട്ടിൽ ഉണ്ടാവും, ജസ്റ്റ് നോക്കിയാൽ മതി. ട്രയോസോണിക് വിൻഡ് ടണൽ. ഇങ്ങനെ 3 നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഓക്കെ, ഡെവലപ്പ് ചെയ്തത് അത് SLV ഇന്റഗ്രേഷൻ ഫെസിലിറ്റി, സെമി ക്രയോജനിക് ഇന്റഗ്രേറ്റഡ് എഞ്ചിൻ ആൻഡ് സ്റ്റേജ് ടെസ്റ്റ് ഫെസിലിറ്റി, അതേപോലെ ട്രയോസോണിക് വിൻഡ് ടണൽ. ഇങ്ങനെ 3 ഇനാഗുറേറ്റ് ചെയ്തത്. ഓക്കെ, 3 ഇനാഗുറേറ്റ് ചെയ്തത്. ഇനി
ISRO ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു സാധനമാണ്. ഈ അടുത്ത് പ്രധാനമന്ത്രി കുലശേഖരപട്ടണം ഒരു സ്പേസ് പോർട്ട് ഇനാഗുറേറ്റ് ചെയ്തിരുന്നു, അതിന് തറക്കല്ലിട്ടിരുന്നു. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കുലശേഖരപട്ടണം സ്പേസ് പോർട്ട് പ്രധാനമന്ത്രി ഇനാഗുറേറ്റ് ചെയ്ത തമിഴ്നാട്ടിലുള്ള, ഓക്കെ, കുലശേഖരപട്ടണം എന്നൊക്കെ പറയുമ്പോൾ തമിഴ്നാട് കിട്ടും. ഞാൻ ചോദിച്ചു തമിഴ്നാട്ടിൽ എവിടെ വേണമെന്നാണ്, അത് പറയണം. കുലശേഖരപട്ടണമൊക്കെ തമിഴ്നാടാന്ന് എല്ലാവരും പറയും, പറഞ്ഞ. യെസ്, കിട്ടി, അത് തന്നെ. എവിടെയാണ്? കുലശേഖരപട്ടണം സ്പേസ് പോർട്ട്. ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ചോദിക്കും. തൂത്തുക്കുടി. യെസ്, തൂത്തുക്കുടിയാണ്. തൂത്തുക്കുടി കേട്ടിട്ടില്ലേ? ഒരു പോർട്ടാണ് അല്ലെ? സാധാരണ ഒരു മറൈൻ പോർട്ടാണ് തൂത്തുക്കുടി അല്ലെ? തമിഴ്നാട്ടിലുള്ള വലിയൊരു പോർട്ടാണ് തൂത്തുക്കുടി. ആ തൂത്തുക്കുടിയിൽ തന്നെയാണ് എന്തുള്ളത്? ഈ സ്പേസ് പോർട്ട്. സ്പേസ് പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ റോക്കറ്റുകളൊക്കെ വിക്ഷേപിക്കുന്ന സ്ഥലം തന്നെ. നമുക്കിപ്പോ നിലവിൽ ഇന്ത്യയില് റോക്കറ്റുകൾ വിക്ഷേപിക്കുന്ന സ്ഥലം ഏതാ? സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നറിയപ്പെടുന്ന അതെവിടെയാ? നമ്മുടെ സാധാരണ നമ്മളെ റോക്കറ്റുകൾ വിക്ഷേപ കേന്ദ്രം ISROയുടെ പ്രധാനപ്പെട്ട യെസ്, ശ്രീഹരിക്കോട്ട അല്ലെ? ശ്രീഹരിക്കോട്ടയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 വിക്ഷേപണ കേന്ദ്രമായിട്ടുള്ള ഒരു സ്പേസ് പോർട്ട് എന്ന് പറയുന്നത്. അതുകൂടാതെ വിക്രം സാരാഭായ് സ്റ്റേഷനും ഉണ്ട്. അത് പണ്ടായിരുന്നു, ഇപ്പൊ അത്ര ഉപയോഗിക്കാറില്ല. മറ്റ് റിസർച്ച് ആക്ടിവിറ്റികളൊക്കെയാണ് അവിടെ ഉള്ളത്. അമേരിക്കയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പേസ് പോർട്ട് ഉണ്ടല്ലോ, ഇടയ്ക്ക് പറയാറുള്ളത്. പുലിക്കാട്ട് ലേക്കിലാണ് ശ്രീഹരിക്കോട്ട ഉള്ളത് അല്ലെ? യെസ്, ഒരു ഐലൻഡ് ആണ്. വേറൊരു ഐലൻഡ് അല്ലോ, വീലർ ഐലൻഡ്. അതെവിടെയാ? വീലർ ഐലൻഡ് ഇതുപോലെ നമ്മുടെ മിസൈലുകളൊക്കെ പരീക്ഷിക്കുന്ന ഒഡീസയിൽ അല്ലെ? ഒഡീസയിലെ വീലർ ഐലൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിസൈലുകൾ പരീക്ഷിക്കുന്ന സ്ഥലമാണത്. APJ അബ്ദുൽ കലാമിന്റെ പേരിലാണ് ഇപ്പൊ അത് അറിയപ്പെടുന്നത്. അമേരിക്കയുടെ ഇതുപോലെ ഒരു സ്പേസ് പോർട്ട് ഉണ്ടല്ലോ, പറയാൻ പറ്റുമോ? അമേരിക്കയ്ക്ക് ഇതുപോലെ ഒരു സ്പേസ് പോർട്ട് ഉണ്ട്. നമ്മൾ അമേരിക്കയുടെ ഒക്കെ പഴയ നാസയുടെ ഒക്കെ വാഹനങ്ങളൊക്കെ അവിടെ നിന്നാണ് വിക്ഷേപിക്കാറ്. എന്താ അതിന്റെ പേര്, പറയാൻ പറ്റുമോ? അമേരിക്കയുടെ അവരുടെ ഒരു പഴയ പ്രസിഡന്റ് പേരിലാണ് അറിയപ്പെടുന്നത്. കൊല്ലപ്പെട്ട പ്രസിഡന്റാ, പറയാവോ? പോരട്ടെ. ഇത്രയും ലോഡാവാത്താണോ നെറ്റില്ലാത്തതാണോ? യെസ്, കെനഡി സ്പേസ് സെന്റർ. കെനഡിയുടെ പേരിലാണ്, കേട്ടിട്ടില്ലേ? കെനഡി സ്പേസ് സെന്റർ എന്ന് പറയും. നാസയുടെ ഒക്കെ റോക്കറ്റുകൾ വിക്ഷേപിക്കുന്ന സ്ഥലമാണ് കെനഡി സ്പേസ് സെന്റർ. അപ്പൊ നമ്മൾ ശ്രീഹരിക്കോട്ട കൂടാതെ നമ്മളിപ്പോ പുതുതായിട്ട് സ്ഥാപിക്കാൻ പോണ സ്പേസ് സെന്റർ ആണ് എന്ത്, അല്ലെങ്കിൽ സ്പേസ് പോർട്ട് ആണ് എന്ത്? ഈ പറയുന്ന കുലശേഖരപട്ടണം സ്പേസ് പോർട്ട് എന്ന് പറയുന്നത്. ഇത് ഒരു സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അതായത് ചെറിയ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പോർട്ടാണ്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ വിക്ഷേപിക്കുന്ന പല സാറ്റലൈറ്റുകളും വളരെ ചെറിയതാണ്. മൈക്രോ സാറ്റലൈറ്റുകളൊക്കെയാണ് ഇപ്പോൾ വിടാറ്, അല്ലെങ്കിൽ ഒരു 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 വിക്ഷേപണത്തിൽ തന്നെ 100ഉം 110ഉം സാറ്റലൈറ്റുകളൊക്കെ വിടാറുണ്ട്. ചെറിയ ചെറിയ സാറ്റലൈറ്റുകൾ, വളരെ കോമ്പാക്ട് ആയിട്ട് സാറ്റലൈറ്റുകൾ മാറിയിട്ടുണ്ട്. എന്നാലും GSAT പോലെയുള്ള ഹെവി സാറ്റലൈറ്റുകളൊക്കെ ഉണ്ട്. ഓക്കെ, യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ, സാറ്റലൈറ്റുകൾ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാറ്റലൈറ്റുകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതിനു വേണ്ടി മാത്രമായിട്ട് എന്നല്ല, പക്ഷെ അതിന് കൂടെ സാധിക്കുന്ന തരത്തിലുള്ള സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളുകൾ, ചെറിയ ചെറിയ ലോഞ്ച് വെഹിക്കിളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, വലുതല്ല, ചെറിയ ലോഞ്ച് വെഹിക്കിൾ, ചെറിയ ചെറിയ റോക്കറ്റുകളൊക്കെ ഉപയോഗിച്ചൊക്കെ വിക്ഷേപണം നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോർട്ട് കൂടിയാണ് എന്ത്, കുലശേഖരപട്ടണം സ്പേസ് പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് ഉള്ളത്. പൊതുവെ റോക്കറ്റ് വിക്ഷേപിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളായിരിക്കും. എന്തുകൊണ്ടാന്ന് പറയാൻ പറ്റുമോ? അതെ, തുമ്പയും അതുകൊണ്ടാണ് അവിടെ സെലക്ട് ചെയ്തത്. യെസ്, ഗ്രാവിറ്റി അല്ലെ? ഭൂമധ്യരേഖയിൽ വരുമ്പോ ഗ്രാവിറ്റിയുടെ എഫക്റ്റ് എന്താ? ഗ്രാവിറ്റി കുറയോ കൂടുവോ? കുറവാണ് അല്ലെ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്ന സാധനം എന്താണ്? കുറവാണ് അല്ലെ?
ജിയുടെ വാല്യൂ കുറവാണ്. പോളിലോട്ട് പോകുന്തോറും ജിയുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അതിനർത്ഥം എന്താ? നമ്മൾ മുകളിലോട്ട് വിടുന്ന സ്ഥാനത്തിന്റെ മുകളിൽ ഭൂമി പ്രയോഗിക്കുന്ന ബലം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കുറവായിരിക്കും. അപ്പൊ റോക്കറ്റുകൾ വിടുമ്പോൾ നമുക്കറിയാം മാക്സിമം അത് മുകളിലോട്ട് പോവാ വേണ്ടത്. അത് നമുക്ക് വേണ്ടത് ഗ്രാവിറ്റേഷൻ കുറയാ വേണ്ടത്. അപ്പൊ ജി കുറയണം. അതിന് ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് ഏതാ? ഭൂമധ്യരേഖയോട് ചേർന്ന് നടക്കുന്ന സ്ഥലങ്ങളാണ്. സോ ശ്രീഹരിക്കോട്ടയും ഏറെക്കുറെ തമിഴ്നാട് ആന്ധ്ര ബോർഡറിലാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും ഈ പറയുന്ന ജിയുടെ വാല്യൂ കുറവാണ്. എന്നാൽ അതിനേക്കാൾ കുറവാണ് തൂത്തുക്കുടി. ഓക്കെ, തൂത്തുക്കുടിയിൽ വരുമ്പോൾ അതിനേക്കാൾ കുറവാണ്, കുറച്ചും കൂടെ സൗകര്യമാണ്. ഓക്കെ, അപ്പൊ കുറച്ച് ഇന്ധനം മതി. അതിന്റെ ഏറ്റവും വലിയ എഫക്ട് എന്താ? റോക്കറ്റിൽ കുറച്ച് ഇന്ധനങ്ങൾ ഉപയോഗിച്ചാൽ മതി. യെസ്, ന്യൂട്ടൺസ് തേർഡ് ലോ അല്ലെ? നമ്മൾ ബേൺ ചെയ്ത് കത്തിത്തീരുന്ന ഇതിന്റെ എന്താ പ്രൊജക്ട് എന്താ പറയാ, ജെറ്റ് ആക്ഷൻ വഴിയാണ് മുകളിലോട്ട് അത് പോകുന്നത്. ഓക്കെ, അത്ര പോകേണ്ട ആവശ്യമില്ല. ഇനി ഭൂമധ്യരേഖയോട് ചേർന്ന് നടക്കുന്ന സ്ഥലമാണ് എന്ത്? തൂത്തുക്കുടി എന്ന് പറയുന്നത്. അവിടെ കുറച്ചും കൂടെ എന്താണ്, ഗ്രാവിറ്റി കുറവാണ്. ഇനി വേറൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. അതായത് ഇവിടെ ആവുമ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇത് ചെയ്യാനായിട്ട് പറ്റും. നോർമലി നമ്മൾ വിടുന്നത് ഇപ്പോൾ ശ്രീഹരിക്കോട്ടയിലാണെങ്കിൽ നമ്മൾ നേരെ സൗത്ത് സൈഡിലോട്ടല്ല വിടുക. അതായത് നമുക്കറിയാം ഭൂമധ്യരേഖ നമ്മുടെ കുറച്ചുകൂടെ സദേൺ സൈഡിലാണ് കിടക്കുന്നത് അല്ലെ? ഇന്ത്യയുടെ സൗത്ത് ഭാഗത്താണ്. നമ്മൾ ഭൂമധ്യരേഖയോട് ചേർന്നൊന്നല്ല കിടക്കുന്നത്. അപ്പോ ഈ ശ്രീഹരിക്കോട്ടയിൽ വിടുമ്പോൾ ഒരു പ്രശ്നം, ശ്രീഹരിക്കോട്ടയിൽ നിന്ന് നേരെ താഴത്തോട്ട് വിടാൻ പറ്റില്ല, അല്ലെങ്കിൽ തെക്കോട്ട് വിടാൻ പറ്റില്ല. കാരണം അവിടെ ശ്രീലങ്കയുണ്ട്. ശ്രീലങ്കയുടെ എയർ സ്പേസിൽ ചെന്ന് കയറും. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബംഗാൾ ഉൾക്കടലോട്ട്, അതായത് ഈസ്റ്റേൺ സൈഡിലോട്ട് ആദ്യം എന്ത് ചെയ്യും, കുറച്ചങ്ങ് ചരിക്കും. എന്നിട്ട് പിന്നെയാണ് ഭൂമധ്യരേഖയ്ക്ക് നേരെയായിട്ട് വീണ്ടും അതിന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് മുകളിലോട്ട് വിടുന്നത്. ആ ഒരു പ്രശ്നം ശ്രീഹരിക്കോട്ടയിൽ വിക്ഷേപിക്കുമ്പോൾ ഉണ്ടെന്നാ പറയുന്നത്. ഓക്കെ, ആദ്യം ഈസ്റ്റേൺ സൈഡിലോട്ട് ഇന്ന് റോക്കറ്റ് ചരിച്ചു വിട്ടിട്ട് പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മുകളിലോട്ട് വിടുന്നത്. പക്ഷെ തൂത്തുക്കുടിയിൽ വരുമ്പോൾ ആ പ്രശ്നമില്ല എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇനി നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കുലശേഖരപട്ടണം സ്പേസ് പോർട്ട് കിടക്കുന്നത് തൂത്തുക്കുടിയിലാണെന്നും അവിടെ സ്മോൾ സ്കെയിൽ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളുകൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പോർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നും ഭൂമധ്യരേഖയോട് ചേർന്ന് നടക്കുന്ന പ്രദേശമായതുകൊണ്ട് കുറച്ച് ഇന്ധനം ഉപയോഗിച്ചാൽ മാത്രം മതി എന്നുള്ള പോയിന്റ് ഓർത്തു വയ്ക്കാം. ഓക്കെ, ഇനി ഗഗൻയാൻ മിഷൻ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന മിഷനാണ്. ഇന്ത്യക്കാരെ സ്പേസിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ള പ്രൊജക്റ്റാണ്. ഈ ഗഗൻയാൻ മിഷനിലെ ആസ്ട്രോനറ്റുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. എന്താണ് ആ ആപ്പ്? ആപ്പിന്റെ പേരെന്താണ്? ഗഗൻയാൻ മിഷനിലെ യാത്രക്കാരെ, അതായത് നമ്മുടെ ആസ്ട്രോനട്ടുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തിറക്കിയിട്ടുള്ള ആപ്പ്, അതിന്റെ പേര് യെസ് സഖി. സഖിയാണ്, ശക്തിയല്ല, മാറിപ്പോരുത്. സഖിയാണ്. സഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ബോൺ അസിസ്റ്റന്റ് ആൻഡ് നോളജ് ഹബ് ഫോർ ക്രൂ ഇന്ററാക്ഷൻ എന്നാണ് അതിന്റെ പേര്. ഓക്കെ, ISRO ഡെവലപ്പ് ചെയ്താണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, നമ്മുടെ തുമ്പയിലുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ നേതൃത്വത്തിൽ ISRO വികസിപ്പിച്ചതാണ് ഈ സ്പേസ് ബോൺ അസിസ്റ്റന്റ് ആൻഡ് നോളജ് ഹബ് ഫോർ ക്രൂ ഇന്ററാക്ഷൻ എന്ന് പറയുന്ന സഖി എന്ന് പറയുന്ന ആപ്പ്. ഓക്കെ, ഇനി എന്താണ് പ്രധാനമായിട്ട് അതിനകത്ത് അതിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സഖി ആപ്പിന്റെ ഫീച്ചർ എന്താ? അതായത് ഈ ഇപ്പോൾ യാത്രയിലുള്ള നമ്മുടെ ആസ്ട്രോനട്ടുകളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഹെൽത്ത് മോണിറ്ററിങ്ങിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന സഖി ആപ്പ് എന്ന് പറയുന്നത്. അതിന്റെ BP അളക്കുക, ഹാർട്ട് റേറ്റ് പരിശോധിക്കുക, ആരോഗ്യ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ഓക്കെ, യെസ്, സ്പേസ് ബോൺ, മൂണല്ല ബോൺ ആണ്, BORNE, സ്പേസ് ബോൺ, സ്പേസ് ബോൺ BORNE, സ്പേസ് ബോൺ അസിസ്റ്റ്. ഓക്കെ, സ്പേസ് ബോൺ അസിസ്റ്റന്റ് ഫോർ സ്പേസ് ബോൺ അസിസ്റ്റന്റ് ആൻഡ് നോളജ് ഹബ് ഫോർ ക്രൂ ഇന്ററാക്ഷൻ. ഓക്കെ, ഇനി ഇതാണ് അതിന്റെ ഒരു ഫീച്ചർ. ഇനി അത് മാത്രമല്ല, നിരന്തരം കമ്മ്യൂണിക്കേഷന് സഹായിക്കുന്ന ആപ്പ് കൂടിയാണത്. അതായത് ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ കമ്പ്യൂട്ടർ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ട് ഗ്രൗണ്ട് സ്റ്റേഷനിലുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. അതായത് നമ്മളിപ്പോൾ ഈ ചാറ്റ് ആപ്പുകളൊക്കെ പോലെ തന്നെ നോർമലി നമ്മൾ കണ്ടിട്ടുള്ള ആസ്ട്രോനറ്റുകൾ പോകുമ്പോൾ
ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ വഴിയൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതെന്താ ചെയ്യുന്നത്? ഇതൊരു ആപ്പ് പോലെയൊക്കെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന, ഗ്രൗണ്ട് സ്റ്റേഷനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പും കൂടിയാണ്. ഓക്കെ, അറിയില്ല, ചാറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ, എന്തായാലും അങ്ങനത്തെ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണിത്. ഒരേ സമയം ഹെൽത്ത് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ പറ്റും, ഗ്രൗണ്ട് സ്റ്റേഷനിലുള്ള ആളുകളുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കമ്മ്യൂണിക്കേഷനും പോസിബിൾ ആക്കുന്ന ഒരു ആപ്പാണ് എന്ത്, സഖി ആപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ISRO ആയിട്ട് റിലേറ്റഡ് ആയി തന്നെയാണ്. ചന്ദ്രയാൻ 3 ഇറങ്ങിയ, അതിന്റെ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേരെന്താ? എന്താണ്? ശിവശക്തി അല്ലെ, മറന്നുപോകരുത് ചോദിക്കും. ശിവശക്തി എന്ന് പറയുന്ന പോയിന്റ് അല്ലെ, സ്റ്റേഷ്യോ ശിവശക്തി എന്നാണ് അതിന്റെ ഒഫീഷ്യലി പറയുന്നത്. ഈ പറയുന്ന ഈ പേര് നമ്മളാണ് കൊടുത്തത് അല്ലെ, നമ്മളാണ് കൊടുത്തത്. നമ്മുടെ ലാൻഡർ ഇറങ്ങിയ, വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്ത് നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് കൊടുത്ത പേരാണ് എന്ത്? ശിവശക്തി എന്നുള്ള, മോദിജിയാണ് അത് അനൗൺസ് ചെയ്തത്. ശിവശക്തി എന്ന് പറയുന്ന പേര് കൊടുത്തു അല്ലെ, ശിവശക്തി എന്നുള്ള പേര് കൊടുത്തു. ഇത് നമ്മൾ മാത്രം കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഇന്റർനാഷണൽ അംഗീകരിക്കപ്പെടണം, റെക്കഗ്നീഷൻ കിട്ടണം. സോ അതിപ്പോ കിട്ടിയിരിക്കുകയാണ്. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ, IAU എന്ന് പറയുന്ന ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പേരിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ പേരിന് അംഗീകാരം കൊടുത്തു. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഈ ശിവശക്തി എന്ന് പറയുന്ന പേരിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോ അവരുടെ IAUവിന്റെ പ്ലാനറ്ററി നോമൻക്ലേച്ചർ ഗസറ്റിയർ ഉണ്ട്, അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. IAUവിന്റെ പ്ലാനറ്ററി നോമൻക്ലേച്ചർ ഗസറ്റിയറിനകത്ത് ഇപ്പോ നമ്മുടെ വിക്രം ലാൻഡർ ഇറങ്ങിയ ആ സ്ഥലത്തിന് ശിവശക്തി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനുള്ള ഒരു ഒഫീഷ്യൽ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. സോ അത് വീണ്ടും ന്യൂസിൽ വന്നു, നമ്മൾ പഠിക്കണം, ചോദിക്കും. ഓക്കെ, 30 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ വീണ്ടും ഒരു മരുന്നിന്റെ ഉൽപാദനം പുനരാരംഭിച്ചിട്ടുണ്ട്. മരുന്ന് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് എന്നൊക്കെ വേണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയാം. ഏതാണ് ആ മരുന്ന്? 30 വർഷത്തോളമായിട്ട് നമ്മൾ അതിന്റെ പ്രൊഡക്ഷൻ നിർത്തിയിരിക്കുകയായിരുന്നു. ഇപ്പൊ അത് വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആന്റിബയോട്ടിക് ആണത്. ഒന്ന് പറഞ്ഞ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ഒരു ആന്റിബയോട്ടിക് പറഞ്ഞേ, അപ്പൊ കിട്ടും. നമുക്കറിയുന്നത് പറയാ, നമുക്കറിയുന്ന PSC ചോദിക്കുള്ളൂ. നമുക്കറിയുന്ന ആന്റിബയോട്ടിക് ഏതാ പറഞ്ഞേ? നമുക്കറിയുന്ന ആന്റിബയോട്ടിക് ഏതാ? അമോക്സിസിലിൻ അല്ലെ. ഓക്കെ, നമ്മൾ പനിച്ച് പഠിച്ച, പക്ഷെ നമ്മൾ PSCക്ക് പഠിച്ചേതാ? PSCക്ക് പഠിക്കുന്ന ഇതേതാ? പെൻസിലിൻ. യെസ്, അമോക്സിസിലിൻ നമ്മൾ മറ്റേ ഹെൽത്ത് സെന്ററിലൊക്കെ പോയിട്ടോ, അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കുമ്പോൾ അതിന്റെ നമ്മൾ കഴിക്കുന്ന മരുന്ന് പനിക്ക് തന്നെയാണോ, അതിന് ഡോക്ടർക്ക് എങ്ങാനും മാറിപ്പോയി നമുക്ക് വല്ലതും പറ്റുമോ എന്നൊക്കെ പേടിച്ചിട്ട് നമ്മൾ തപ്പി പിടിച്ച് ഗൂഗിളൊക്കെ ചെയ്ത് കണ്ടുപിടിച്ച് പഠിച്ച അമോക്സിലിൻ. ഇതല്ല, നമ്മൾ PSCക്ക് വേണ്ടി പഠിച്ച പെൻസിലിൻ. യെസ്, പെൻസിലിൻ G എന്ന് പറയുന്ന ആന്റിബയോട്ടിക്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻ എന്ന് പറയും. അതായത് നമുക്കറിയാം, ഓരോ മരുന്നുകൾക്ക് ഓരോ കോമ്പിനേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കെമിക്കൽ കോമ്പിനേഷൻ ഉണ്ട്. ഓക്കെ, അതിനാണ് സാധാരണ നമ്മൾ എന്ത് ചെയ്യാറ്? പേറ്റന്റ് ഒക്കെ എടുക്കാറ്. ആ കോമ്പിനേഷനാണ് പേറ്റന്റ് എടുക്കാറ്. അപ്പൊ അത്തരത്തിലുള്ള ഈ പെൻസിലിൻ G എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട മരുന്നാണ്, അല്ലെങ്കിൽ പെൻസിലിൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് എന്ത് ചെയ്യാണ്? നമ്മൾ വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആന്റിബയോട്ടിക് ആണ് പെൻസിലിൻ എന്ന് പറയുന്നത്. ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ്, ഗണേറിയ, സിഫിലിസ് പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് അല്ലെ. അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടുപിടിച്ച, മനുഷ്യവംശം ഇത്രയും കാലം ഭൂമുഖത്ത് ജീവിച്ചിരിക്കാൻ തന്നെ കാരണമായിട്ടുള്ള ഒരു മരുന്നാണ് എന്ന് വേണമെങ്കിൽ പെൻസിലിനെ വിശേഷിപ്പിക്കാം. ഓക്കെ, 1928 അദ്ദേഹം അത് കണ്ടുപിടിച്ചത്. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ പെൻസിലിന്റെ നിർമ്മാണം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് വീണ്ടും. ഓക്കെ, ഇനി മലേറിയ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഈ അടുത്ത് ഒരു ഡിക്ലറേഷൻ നടത്തിയിരുന്നു. ഓക്കെ, ആഫ്രിക്കൻ രാജ്യങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഡിക്ലറേഷൻ, ഒരു പ്രമേയം അവതരിപ്പിച്ചു, ഒരു പ്രഖ്യാപനം നടത്തി. എന്താണ് അതിന്റെ പേര്? നമുക്കറിയാം, ആഫ്രിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലേറിയക്ക്, കൊതുക് പരത്തുന്ന മലേറിയക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്.
ഭയങ്കരമായിട്ട് മലേറിയ ഉള്ള ഒരു സ്ഥലമാണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. കൊതുകുകൾ. ഓക്കെ. മലേറിയ ആണെങ്കിലും അതുപോലെ ഡെങ്കി ഒക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ടുള്ള കൂടുതലുള്ള സ്ഥലമാണ്. ട്രോപ്പിക്കൽ ഏരിയ ആണ് പല സ്ഥലങ്ങളും. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഈ കൊതുകിന്റെ ശല്യം കൂടുതലാണ്. അവിടെ മലേറിയയും കൂടുതലാണ്. ഓക്കെ. യെസ്. യവുണ്ടേ ഡിക്ലറേഷൻ. അതിന്റെ മലയാളം എന്ന് പറഞ്ഞേ. ഞാൻ അതിനെ യവുണ്ടേ എന്നാണ് വിളിച്ചത്. നിങ്ങൾക്ക് എന്ത് വേണേലും വിളിക്കാം. YAUNDE എന്നാണ്. യാവുണ്ടേന്നോ യാവുണ്ടേന്നോ എന്ത് ഉണ്ടേന്നോ എന്ത് വേണേലും വിളിച്ചോ, ഉത്തരം കിട്ടിയാൽ മതി കേട്ടാ. ഉണ്ടാ ഡിക്ലറേഷൻ വേണമെങ്കിൽ അങ്ങനെ പറയാം. ഉണ്ടാ ഡിക്ലറേഷൻ. ഉണ്ടാ ഡിക്ലറേഷൻ എന്നാണ് അതിന്റെ പേര് അല്ലെ. ആഫ്രിക്കൻ മലേറിയ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടുണ്ടാക്കിയ ഒരു എന്താണ് ആഫ്രിക്കൻ ഉണ്ട. ഓക്കെ. ആഫ്രിക്കൻ ഉണ്ടെങ്കിൽ ആഫ്രിക്കൻ ഉണ്ട ഒരു ഡിക്ലറേഷനാണ്. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇപ്പൊ അന്റാർട്ടിക്കയിലുള്ള ഒരു ഒബ്സർവേറ്ററി, ഐസ് ക്യൂബ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി, ഈ ഗോസ്റ്റ് പാർട്ടിക്കിൾസ് എന്നറിയപ്പെടുന്ന കുറച്ച് സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഗോസ്റ്റ് പാർട്ടിക്കിൾ. എന്താ ഗോസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം? നോൺ ഷാൾ ഡൈ ഫ്രം മലേറിയ. ഓക്കെ. ഗോസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഗോസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ കേട്ടിട്ടുണ്ടോ? ഗോസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തുനിന്നുള്ള വസ്തു തന്നെയാണ്. യെസ്. ബട്ട് ഇത് പുറത്തുനിന്നുള്ള സാധനം തന്നെയാണ്. അങ്ങനെ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പറയാം. ഇതൊരു ഒരു മൗലിക കണമാണ്. ഒരു കണമാണ്. യെസ്. ന്യൂട്രിനോസ്. യെസ്, വെരി ഗുഡ്. ന്യൂട്രിനോ എന്ന് കേട്ടിട്ടുണ്ടോ? ന്യൂട്രിനോ ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ്. ന്യൂട്രോൺ അല്ല. ന്യൂട്രോൺ ഉണ്ട്. ന്യൂട്രോൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആറ്റത്തിനകത്ത് കാണപ്പെടുന്ന സാധനം. ഏറെക്കുറെ ന്യൂട്രോൺ പോലെ തന്നെയാണ് ഈ ന്യൂട്രിനോ എന്ന് പറയുന്ന കാണും. പക്ഷെ ന്യൂട്രോണിന്റെ അത്ര മാസ് ഇല്ല ന്യൂട്രിനോയ്ക്ക്. ഓക്കെ. ന്യൂട്രിനോ എന്ന് പറയുന്ന സാധനമുണ്ട്. ന്യൂട്രിനോ എന്ന് പറയുന്ന ഒരു സ്മോൾ, വളരെ സ്മോൾ ആയിട്ടുള്ള ഒട്ടും മാസ് ഇല്ലാത്ത ഒരു 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 പാർട്ടിക്കിളാണ്. ഇലക്ട്രോൺ ഒക്കെ പോലെ തന്നെയുള്ള ഒരു പാർട്ടിക്കിളാണ്. പക്ഷെ ഇലക്ട്രോണിനെ പോലെ ചാർജ് ഇല്ല. ഓക്കെ. ലൈറ്റിന്റെ അതേ സ്പീഡിലൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കണമാണ് എന്ത്, ഈ ന്യൂട്രിനോ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗോസ്റ്റ് പാർട്ടിക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഗോസ്റ്റ് പാർട്ടിക്കിൾസ്. ഈ ഗോസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഈ ന്യൂട്രിനോസ് എന്ന് പറയുന്ന സാധനം എന്താ? ഈ ന്യൂട്രിനോസ് എന്ന് പറയുന്ന സത്യത്തില് ഈ സ്റ്റാർസിൽ നിന്നും ഒക്കെ പുറത്തു വരുന്ന ഒരു സാധനമാണ്. സ്റ്റാറുകളിൽ നിന്നും ഒക്കെ പുറത്തു വരുന്ന ഒരു കണമാണ് ഈ ന്യൂട്രിനോ എന്ന് പറയുന്നത്. നോർമലി നമ്മുടെ സൗരയൂഥത്തിന് പുറത്ത്, നമ്മുടെ മിൽക്കി വേ എന്ന് പുറത്തുനിന്ന് അതിർത്തി നിന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന വളരെ ഹൈ എനർജറ്റിക് ആയിട്ടുള്ള ന്യൂട്രിനോ വേവുകൾ, ന്യൂട്രിനോസ് നമ്മുടെ എന്താ പറയാ സൗരയൂഥത്തിലോട്ടും ഭൂമിയിലോട്ടൊക്കെ വരാറുണ്ട്. പലതും ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ തട്ടിയിട്ട് പുറത്തോട്ട് പോകും. എങ്കിലും ചില ന്യൂട്രിനോസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമിയിൽ വന്ന് പതിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ന്യൂട്രിനോസിനെ കുറിച്ച് പഠിക്കാനായിട്ട് നമ്മൾ പല സ്ഥലത്തായിട്ട് ഒബ്സർവേറ്ററികൾ വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതിലുള്ള അന്റാർട്ടിക്കയിലുള്ള ഒന്നാണ് അന്റാർട്ടിക്ക ഐസ് ക്യൂബ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവരിങ്ങനെ ഈ ന്യൂട്രിനോസിന്റെ ഒരു സാധനത്തിനെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക, ന്യൂട്രിനോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മറ്റേ ഹൈ എനർജറ്റിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. അതിങ്ങനെ വരുന്നത് എവിടെ നിന്നാണ്? ഈ പറയുന്ന നമ്മുടെ മിൽക്കി വേ, ക്ഷീരപഥം എന്ന് പറയുന്ന നമ്മുടെ മിൽക്കി വേ ഉണ്ടല്ലോ, അതിന്റെ പുറത്തുനിന്നൊക്കെ വരുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ വളരെയധികം ഗവേഷണങ്ങളൊക്കെ നടത്താം. കാരണം ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭൂമി ഉണ്ടാകുന്ന സമയം മുതലുള്ള കാര്യങ്ങൾ കിട്ടും. അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്, അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ന്യൂട്രിനോ. ഈ ന്യൂട്രിനോസ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ കോസ്മിക് റേസ് എന്നൊക്കെ നമ്മൾ പറയും. കോസ്മിക് റേസ് എന്നൊക്കെ പറയുന്ന ഈ ന്യൂട്രിനോസ് പലതും പ്രപഞ്ചം ഉണ്ടാകുന്ന സമയത്ത് ഡിസ്ചാർജ് ചെയ്യപ്പെട്ട സാധനങ്ങളൊക്കെയാണെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പോഴും ഭൂമിയിൽ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ചിലതൊക്കെ നമ്മൾ ഡിറ്റക്ട് ചെയ്യും, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ അങ്ങനെ അന്റാർട്ടിക്കയിലെ ഐസ് ക്യൂബ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി ഈ പറയുന്ന ന്യൂട്രിനോസിനെ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പോൾ വിക്രം സാരാഭായ് ഒക്കെ ഇത്തരത്തില് ന്യൂട്രിനോസിനെ കുറിച്ചൊക്കെ പഠിച്ച ഒരാളാണ്. ഓക്കെ. ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. വളരെ റെയർ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ. ഇനി നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് അപ്ഡേഷൻസ് നോക്കാനുണ്ട്. വളരെ പെട്ടെന്ന് നോക്കിയിട്ട് പോകാൻ, പലതും നിങ്ങൾക്ക് അറിയുന്ന തന്നെയായിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ നോക്കാനുണ്ട്.
ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതേപോലെ ChatGPT പോലുള്ള സാധനങ്ങൾ. ഓക്കെ, ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് എവിടെയാ? പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ, ഇത് നിങ്ങൾക്ക് അറിയുന്ന തന്നെയാ. വേഗം വേഗം പറഞ്ഞു നോക്കണം. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി. അല്ല അല്ല, USA അല്ല. US ഒക്കെ പോയി. US ഒക്കെ ഇപ്പൊ സയൻസിലും ടെക്നോളജിയിലും ഒക്കെ വളരെയധികം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പഴയ അപ്രമായത്തൊന്നും ഇല്ല. യെസ് യെസ് യെസ്, UAE ആണ്. UAE എവിടെയാ? ദുബായിലാണോ അബുദാബിയിലാണോ? എക്സാക്ട് പ്ലേസ് എനിക്കറിയില്ല. UAE ആണ് എന്തുള്ളത്? ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി ഉള്ളത്. ഓക്കെ, ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ വേദി, സമ്മിറ്റ് നടന്ന എവിടെയാ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള സമ്മിറ്റ് എവിടെ നടന്നത്? യു കെയിലാണ്. ബ്രിട്ടനിലാണ് എന്ത് നടന്നത്? ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഉച്ചകോടി നടന്നത് യു കെയിലാണ്. ഇന്ത്യയുടെ AI തലസ്ഥാനം എന്നറിയപ്പെടുന്ന എവിടെയാ? ഇന്ത്യയുടെ AI തലസ്ഥാനം. ഇന്ത്യയുടെ AI തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? യെസ്, ഹൈദരാബാദാണ്. ഓക്കെ, ഹൈദരാബാദാണ് ഇന്ത്യയുടെ AI തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ലോകത്ത് ആദ്യമായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരു എന്താ പറയുക അഡ്വൈസർ റോള് നൽകി, അല്ലെങ്കിൽ ഉപദേശക പദവി നൽകിയ ഒരു രാജ്യം. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഗവൺമെന്റിനെയൊക്കെ പല കാര്യങ്ങളിലും സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപദേശകന്മാരുണ്ടാവും, പല വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ള ആളുകൾ, ഗവൺമെന്റ് ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്യുന്ന, അപ്പോയിന്റ് ചെയ്യുന്ന ആളുകൾ. ഇതേപോലെ AI ഒരു അഡ്വൈസർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തു ഒരു രാജ്യം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഏതാണ് ആ രാജ്യം? എയർ ഇന്ത്യയോ? രാജ്യമാണ് ഞാൻ ചോദിച്ചത്. ഒരു രാജ്യമാണ്. രാജ്യം USA അല്ല. പോപ്പുലർ ആയിട്ടുള്ള രാജ്യമല്ല. പല ഫുട്ബോളൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ പണ്ട് കാലത്തൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. റൊമാനിയ. ഓക്കെ, റൊമാനിയാണ് എന്ത് ലോകത്ത് ആദ്യമായിട്ട് നിർമ്മിത ബുദ്ധിക്ക് ഒരു അഡ്വൈസർ റോള്, ഉപദേഷ്ടാവിന്റെ ഇത് കൊടുത്ത രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ അടുത്ത് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മാസം മുമ്പ് AI, നമുക്കറിയാം AI എന്ന് പറയുന്നത് ഹൈലി അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. ഭാവിയിൽ മനുഷ്യർക്ക് ഒരു ത്രെട്ടായിട്ട് മാറാൻ സാധ്യതയുള്ള ഒന്നാണ്. നമ്മുടെയൊക്കെ പലതരത്തിലുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇല്ലാതാക്കുന്ന, ഇപ്പൊ ഡീപ് ഫേക്ക് പോലുള്ള സാധനങ്ങൾ നമ്മൾ പറഞ്ഞു, പ്രൈവസി ഇല്ലാതാക്കുന്ന ഒന്നും കൂടിയാണ് AI എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ സാധ്യതകളും അതിന്റെ ഭീഷണികളും അനന്തമാണെന്നാണ് പറയുന്നത്. അപ്പോൾ AIക്കെതിരെ രംഗത്ത് വന്ന ഒരാളുണ്ട്, ഓർക്കുന്നുണ്ട്? AI കൂടുതൽ ഗവേഷണങ്ങളൊന്നും നടത്തരുതെന്ന് പറഞ്ഞ ആള്, വളരെ ഫേമസ് ആയിട്ടുള്ള. AI ഒന്നും ഗവേഷണങ്ങൾ അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഭീഷണി എന്നൊക്കെ പറഞ്ഞ അതാരാ? പക്ഷെ ആള് തന്നെ AI വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തി, റിസർച്ച് നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. AI ഷുവറായിട്ട് നമുക്ക് ഭീഷണിയാന്ന് പറഞ്ഞ IS എലോൺ മസ്ക് ആണ്. മസ്ക് തന്നെ. ഓക്കെ, പുള്ളി തന്നെയാണ് അത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ AI യുടെ ഈ ഒരു ത്രെട്ട് ഉള്ളത് കാരണം AI റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് AI ഓഫീസ് സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? ഈ അടുത്ത് ഒരു AI ഓഫീസ് സെറ്റപ്പ് ചെയ്യാൻ പോവാ, AI റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏത് ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ ആരാണത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? AI ഓഫീസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്. പറയാൻ പറ്റുമോ? യൂറോപ്യൻ യൂണിയൻ ആണ്. യെസ്, വെരി ഗുഡ്. യൂറോപ്യൻ യൂണിയൻ ആണ് AI ഓഫീസ് സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, AI ഓഫീസ് സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. AI ഓഫീസ്. ഇനി ലോകത്തിലെ ആദ്യത്തെ കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കപ്പൽ ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന, അതിന് കൺട്രോൾ ചെയ്യുന്ന കപ്പൽ. യെസ്,
മെയ്ഫ്ലവർ ആണ്. മെയ്ഫ്ലവർ 400 എന്ന് പറയുന്ന കപ്പലാണ് മെയ്ഫ്ലവർ. ഈ മെയ്ഫ്ലവർ കപ്പൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. മെയ്ഫ്ലവർ നമ്മൾ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്. എവിടെയാ മെയ്ഫ്ലവർ ഉള്ളത്? മെയ്ഫ്ലവർ എവിടെയാ ഉള്ളത്? പറഞ്ഞേ. ഹിസ്റ്ററിയിൽ ഒരു മെയ്ഫ്ലവർ ഉണ്ട്. എവിടെയാ അത്? യെസ്. എവിടെയാ? അമേരിക്കൻ റവല്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മുടെ ത്രിഫ്റ്റി പിൽഗ്രിംസ് ഒക്കെ യൂറോപ്പിൽ നിന്നൊക്കെയുള്ള ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആളുകൾ ആദ്യമായിട്ട് വന്നത് മെയ്ഫ്ലവർ എന്നുള്ള കപ്പലിലാണ് അല്ലേ? തീർത്ഥാടക പിതാക്കൾ അല്ലേ? പിൽഗ്രിം ഫാദേഴ്സ് അല്ലേ? പിൽഗ്രിം ഫാദേഴ്സ് വന്ന കപ്പലാണ് മെയ്ഫ്ലവർ. ഇത് ലണ്ടനിൽ ഉണ്ടാക്കിയ കപ്പലാണ്. ആ പേര് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. മെയ്ഫ്ലവർ 400 എന്നാണ് അതിന്റെ പേര്. ഓക്കെ. ഇനി അവിടെ തന്നെയുള്ള മറ്റൊരു ഫാക്ട് ഉണ്ട്. ലോകത്തിലെ ആദ്യത്തെ AI സെക്യൂരിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്, AI സുരക്ഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായതും ലണ്ടനിലാണ്. ഓക്കെ. ലോകത്തിലെ ആദ്യത്തെ AI സെക്യൂരിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്, AI ബന്ധപ്പെട്ടുള്ള സെക്യൂരിറ്റി ത്രെറ്റിനെ കുറിച്ച് പഠിക്കാനൊക്കെ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അത് ലണ്ടനിലാണ് ഉള്ളത്. ഓക്കെ. ഇനി മറ്റ് കുറച്ച് ഫാക്ടുകളാണ്. ഇപ്പൊ ഈ അടുത്ത് AI ഉപയോഗിച്ചുകൊണ്ട് എന്താ പറയാ, ലോകത്ത് ആദ്യമായിട്ട് വാർത്താ അവതാരകയെ സൃഷ്ടിച്ച രാജ്യം ഏതാ? ആർട്ടിഫിഷ്യൽ AI അവതാരകൻ അല്ലെങ്കിൽ അവതാരിക. അത് 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 നമ്മുടെ ഇന്ത്യയിലാ, മലയാളത്തിലാ. അത് മീഡിയ വൺ. ശരിയാ, മീഡിയ വൺ ആണ്. മീഡിയ വൺ പുറത്തിറക്കിയ ഇവാൻ എന്ന് പറയുന്ന വാർത്താവതാരകനുണ്ട്. ഇത് ഇത് ഫെദയാണ്. ഫെദ ഫെദ എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലുള്ള അവതാരക. കുവൈത്ത് ആണ്. കുവൈത്ത് പുറത്തിറക്കിയതാണ് ഫെദ. അതിന് സമാനമായ രീതിയിൽ മലയാളത്തില് ആദ്യമായിട്ട് ഒരു AI ആങ്കർ വന്നിരുന്നത് മീഡിയ വൺ ചാനലിലാണ്. ഇവാൻ എന്നാണ് പേര്. ഓക്കെ. ഇവാൻ എന്നാണ് അതിന്റെ പേര്. ഇനി കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂൾ എന്നറിയപ്പെടുന്ന ഏതാ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂൾ കേരളത്തിലെ ആദ്യത്തെ തിരുവനന്തപുരം ശാന്തിഗിരി. യെസ്, തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തെ ശാന്തിഗിരി വിദ്യാഭവൻ സ്കൂളാണ്. പോത്തങ്കോടുള്ള ശാന്തിഗിരി വിദ്യാഭവൻ സ്കൂൾ, തിരുവനന്തപുരം. ഓക്കെ. ജസ്റ്റ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ബാങ്കിങ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന AI ഉപയോഗിക്കുന്ന, അതായത് ബാങ്കിലുള്ള റിക്രൂട്ട്മെന്റ് ഉണ്ടല്ലോ, ബാങ്കിലോട്ടൊക്കെ ആളുകൾ എടുക്കില്ലേ, നമ്മൾ IBPS ഒക്കെ പരീക്ഷ എഴുതില്ലേ, സാധാരണ അങ്ങനെയാണല്ലോ. ഇത് അതുപോലെ നിയമനങ്ങൾക്ക് വേണ്ടിയിട്ട് AI ഉപയോഗിച്ച്. യെസ്, ഫെഡറൽ ബാങ്ക് ആണ്. ഓക്കെ. അപ്പൊ അത് ഓർത്ത് വെക്കുക. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു MNC ആണ് IBM. ടെക് ജയന്റ് ആണ് IBM. അവരുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹബ്ബായിട്ട് പ്രഖ്യാപിച്ചത് എവിടെയാ? ഏത് പ്രദേശത്തെയാ? എവിടെയാ IBMന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹബ്ബ് വരുന്നത്? യെസ്, കൊച്ചിയാണ്. എന്ത് IBMന്റെ ഹബ്ബായിട്ട് അവർ അനൗൺസ് ചെയ്യുന്നത്. IBMന്റെ വലിയൊരു ഓഫീസ് കൊച്ചിയിലുണ്ട്. അവരിപ്പോ അതിന്റെ പുതിയ എക്സ്റ്റൻഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഹബ്ബ് ഉണ്ട്. ഇനി ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീച്ചർ ആരാണ്? കാക്കനാട്, നമ്മുടെ ഇൻഫോ പാർക്കിന് അടുത്തായിട്ട്. എന്റെ കസിൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, IBMലാണ്. യെസ്, ബിയാട്രിസ് ആണ്. ബിയാട്രിസ് ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധ്യാപികയാണ്, ബിയാട്രിസ്. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ചാറ്റ് GPT യുമായി ബന്ധപ്പെട്ടുള്ള സാധനം നോക്കാം. ചാറ്റ് GPTയുടെ പൂർണ്ണ രൂപം എന്താ പറഞ്ഞേ? ചാറ്റ് GPT. നമ്മൾ ചാറ്റ് GPT കേട്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. ചാറ്റ് GPT ട്രൈ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? ചാറ്റ് GPT അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. യെസ്, പറഞ്ഞോ. ചാറ്റ് GPT ചിലപ്പോൾ ചോദിക്കും, നമ്മൾ കേൾക്കുന്ന സാധനമായിരിക്കും, പക്ഷെ നമ്മൾ ഒരിക്കലും അതിന്റെ ഫുൾ ഉണ്ടെന്നൊന്നും വിചാരിക്കില്ല. ഇതിങ്ങനെ ഒരു അക്രോണിം ആണെന്ന് നമ്മളൊന്നും വിചാരിക്കില്ല. ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻ ട്രാൻസ്ഫോമർ. നോക്കിയേ, നമ്മൾ ഒരിക്കലും ഗസ് ചെയ്യില്ല.
ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നാണ് എന്തിന്റെ പേര്? ചാറ്റ് ജി പി ഡിയുടെ പൂർണ്ണരൂപം. ഓക്കെ, ചാറ്റ് ജി പി ഡിയുടെ പൂർണ്ണരൂപം. ആരാ, ഏത് കമ്പനിയാ ശരിക്കും ചാറ്റ് ജി പി ടി പുറത്തിറക്കിയ കമ്പനി ഏതാ? അതിന്റെ മദർ കമ്പനി ഇപ്പൊ വേറെ ടീം ഏറ്റെടുത്തു. ബട്ട് അതിന്റെ ഫൗണ്ടിങ് കമ്പനി ഏതാ? ചാറ്റ് ജി പി ടി ഡെവലപ്പ് ചെയ്ത ഗവേഷണ സ്ഥാപനം ഏതാ? നമ്മൾ അവരുടെ സൈറ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം വരുന്ന അതായിരിക്കും. അതാണ് ആക്ച്വലി അതിന്റെ പേര്. യെസ്, എന്താണ്? ഓപ്പൺ എ ഐ. കേട്ടോ, ഓപ്പൺ എ ഐ ആണ്. ഓപ്പൺ എ ഐ ആണ് എന്ത്? ചാറ്റ് ജി പി ടി. ഓക്കെ, ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന സാധനം. ചാറ്റ് ജി പി ടി നമുക്കറിയാം. എന്നാലും ഞാൻ പറയാം എന്താണ്. നമ്മളിങ്ങനെ സാധാരണഗതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് അറിയുന്നതിന് വേണ്ടി സെർച്ച് എഞ്ചിനുകളാണ് ഉപയോഗിക്കുക, അല്ലെ? ഇപ്പോൾ നമ്മൾ അറിയാത്തൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ ഗോസ്റ്റ് പാർട്ടിക്കിളിനെ കുറിച്ച് പറഞ്ഞു, അല്ലെ? ഗോസ്റ്റ് പാർട്ടിക്കിളിനെ കുറിച്ച് അറിയണം. നമ്മൾ ഇത്രയും കാലം നമ്മൾ ഉപയോഗിച്ചിരുന്ന സെർച്ച് എഞ്ചിനുകളെയാണ്. അപ്പൊ എന്താണ് ഗോസ്റ്റ് പാർട്ടിക്കിൾ എന്നോ അല്ലെങ്കിൽ ഗോസ്റ്റ് പാർട്ടിക്കിൾ എന്ന് ചുമ്മാ നമ്മൾ ഒരു സെർച്ച് ബാറിൽ സെർച്ച് ചെയ്തിട്ട് നേരെ സെർച്ച് ചെയ്യാണ്, ഗൂഗിൾ സെർച്ച്. നമുക്കെല്ലാം അറിയാം. അങ്ങനെയാണ് ഇതുവരെ ചെയ്തിരുന്നത്. അപ്പൊ എന്താ ചെയ്യാ? നമുക്ക് കിട്ടുന്നത് എന്താണ് ഗോസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നതല്ല നോർമലി നമ്മൾ കാണാറ് ഒരുപാട് വെബ്സൈറ്റുകളാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ചിലപ്പോൾ ഗൂഗിൾ പറഞ്ഞു തരും ഇതാണെന്നുള്ളത്, ഒന്നോ രണ്ടോ ലൈനിൽ. പക്ഷെ എന്നാലും ജനറലി നമ്മുടെ ഫീഡിൽ വരുന്ന എന്താ, ഒരുപാട് വെബ്സൈറ്റുകളാണ്. നമ്മൾ എന്നിട്ട് ആ വെബ്സൈറ്റിൽ പോയിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. എന്നാൽ ഇവിടെയാണ് എന്ത് വരുന്നത്? വരുന്നത് അവിടെ നമ്മൾ എന്താണ് ഗോസ്റ്റ് പാർട്ടിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വ്യക്തി നമുക്ക് എങ്ങനെയാണോ പറഞ്ഞു തരുന്നത് അതേപോലെ ഈ പറയുന്ന ഡാറ്റാബേസിൽ നിന്നും റിഫൈൻ ചെയ്തുകൊണ്ട് ആ കാര്യം കൃത്യമായിട്ട് അത് പറഞ്ഞു തരും. അത് നമുക്ക് ഒരു കംപ്ലീറ്റ് ഒരു 100 വാക്കിൽ വേണം ഉത്തരെങ്കിൽ നമ്മൾ ആ 100 വാക്കിൽ എന്താണ് ഗോസ്റ്റ് പാർട്ടിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 വാക്കിൽ തന്നെ അത് പറഞ്ഞു തരും. ഒന്നോ രണ്ടോ വരികളിൽ മതിയെങ്കിൽ ഒന്നോ രണ്ടോ വരികൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വരികൾ പറഞ്ഞു തരും. ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ, ആ വാക്ക് ശ്രദ്ധിച്ചോളാം, പ്രോംപ്റ്റ്. ഓക്കെ, പ്രോംപ്റ്റ് എന്നാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ എന്ത് വിളിക്കാം? ചാറ്റ് ജി പി ടിയിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ വിളിക്കുന്നവരാണ് പ്രോംപ്റ്റുകൾ. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം? പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കുറിപ്പ്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, അതാണ് പ്രോംപ്റ്റ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു പ്രോംപ്റ്റ് കൊടുക്കാൻ പോവാം. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള നോളജ് കാര്യങ്ങൾ മാത്രമല്ല, ഫിക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഒരു കുട്ടി, എനിക്കൊരു സ്റ്റോറി വേണം, എനിക്കൊരു കഥ വേണം. ഓക്കെ, എനിക്കൊരു കഥ വേണം. ഞാൻ ചാറ്റ് ജി പി ടി ഒരു കഥ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ഓക്കെ, ഒരു ദിവസം രാത്രി ഉറങ്ങിക്കിടക്കുന്ന ഒരു കുട്ടി ചൊവ്വയിലോട്ട് പോവാണ്. എന്നിട്ട് അവൻ ചൊവ്വയിൽ പോയി ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന ഒരു കഥ വേണമെന്ന് എനിക്ക് ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് ചാറ്റ് ജി പി ടി എനിക്ക് എന്ത് ചെയ്യും? ആ കഥ 100 വാക്കിലൊരു കഥ വേണമെന്നാണ് 100 വാക്കുള്ള ആ കഥ ഉണ്ടാക്കി തരും. അസൈൻമെന്റ് ഒക്കെ നമ്മളൊന്നും കോളേജ് പഠിക്കുമ്പോൾ ഈ സാധനം ഉണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷെ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഉപയോഗിക്കാറുണ്ട്, ചാറ്റ് ജി പി ടി ഉപയോഗിക്കാറുണ്ട്. പഠിക്കുന്ന സമയത്ത് ഇത് ഉപകാരപ്പെട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്ന സമയത്ത് ഇപ്പൊ ഉപകാരപ്പെടുന്നുണ്ട്. പലതരത്തിലുള്ള യൂസ് ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല വളരെ 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 കണ്ണിങ് ആയിട്ട് ഈ സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഒരുപാട് ഫോറംസ് ഒക്കെ ഉണ്ട്. ഫേസ്ബുക്കിൽ എവിടെയൊക്കെ ആയിട്ട് ചാറ്റ് ജി പി ടി ഉപയോഗിക്കുന്നവരുടെ കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് രസകരമായിട്ടുള്ള പല കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ പി എസ് സി പഠനത്തിന് ഇത് ഭയങ്കരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പി എസ് സി പഠനത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം. നിങ്ങളുടെ കയ്യിൽ വലിയൊരു ടെക്സ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ടെക്സ്റ്റ് മീൻസ് നിങ്ങളിപ്പോൾ ഒരു വലിയൊരു കണ്ടന്റ് പഠിക്കുക. ഓക്കെ, വലിയൊരു കണ്ടന്റ് പഠിക്കുക. ഇപ്പൊ പോളിറ്റിയിൽ നിങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പഠിക്കുക. നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ ഒരു സോഫ്റ്റ് നോട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു സോഫ്റ്റ് കോപ്പി നോട്ട് ഉണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ടുള്ള സോഫ്റ്റ് നോട്ട്, അല്ലെങ്കിൽ പ്രയാമ്പിളിനെ കുറിച്ച് ഒരു നോട്ട്. പ്രയാമ്പിളിനെ കുറിച്ച് അതിലൊരു 2 പേജ് നീളമുള്ള ഒരു ടെക്സ്റ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് ആ ടെക്സ്റ്റ് എന്ത് ചെയ്യുക? കോപ്പി ചെയ്തിട്ട് ചാറ്റ് ജി പി ടിയിൽ പ്രോംപ്റ്റ് ആയിട്ട് ഇട്ടിട്ട് ഇതിനകത്തുനിന്നൊരു 50 ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ജനറേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി എന്ത് ചെയ്യും? ആ ടെക്സ്റ്റ് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കുന്ന രീതിയിൽ ഒരു 50 ക്വസ്റ്റ്യൻ ആക്കി നമ്മുടെ കയ്യിലാണ് തരും. നമുക്ക് എന്തായി? ആ പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ അത് റിവൈസ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗമാണ് അത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ആ ക്വസ്റ്റ്യൻസ് അതേപടി കിട്ടും. പി എസ് സി ഒക്കെ ഇത് എന്നോ തിരിച്ചറിഞ്ഞതാ. പിന്നെ പി എസ് സിക്ക് പണി കിട്ടുന്ന അവിടെയാ. കാരണം എന്താ? പി എസ് സിക്ക് പണി കിട്ടുന്ന അവിടെയാണ്. കാരണം
മലയാളം സപ്പോർട്ടീവ് ആയിട്ടുള്ള ചാറ്റ് ജി പി ടി ഇല്ല, അല്ലെങ്കിൽ ചാറ്റ് ജി പി ടിയുടെ മലയാളം വളരെ ശോകമാണ്. നിലവിൽ ഗൂഗിള് മാത്രമാണ് എന്ത്, അത് നമ്മൾ പറയാനിരിക്കുന്നത്, ഗൂഗിള് മാത്രമാണ് നിലവിൽ എന്ത് മലയാളം സപ്പോർട്ടീവ് ആയിട്ടുള്ള വൃത്തിക്കുള്ള ഒരു സാധനം കൊണ്ടുവന്നിട്ടുള്ളൂ. പക്ഷെ മലയാളം ഉള്ളടക്കം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു സാധനം ഇപ്പൊ നിലവില് ഗൂഗിളിന്റെ ബാർഡ് കേട്ടോ, ഗൂഗിളിന്റെ ബാർഡാണ്. ഗൂഗിളിന്റെ ചാറ്റ് ജി പി ടിക്ക് ബദലായിട്ട് ഗൂഗിൾ കൊണ്ടുവന്ന സാധനമാണ് ബാർഡ്. ഗൂഗിൾ ബാർഡിലാണ് കിട്ടുക. പക്ഷെ ഗൂഗിൾ ബാർഡിലും നേരത്തെ പറഞ്ഞ ചിന്താഭരണിയും മറ്റേ ഇതൊക്കെയാണ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വരുന്നത്. ചിലപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും പി എസ് സി. നമ്മുടെ പുതിയ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടില്ലേ, ചിലപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ, നിങ്ങൾക്ക് ഉപയോഗിക്കാം. മാക്സിമം ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്തിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പല ഭാഗങ്ങളും നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ. ചിന്ത നന്ദി. അത്ര ദാരിദ്ര്യം പിടിച്ച ട്രാൻസ്ലേഷൻ. ഓക്കെ. ഇനി അപ്പോൾ അതാണ് ചാറ്റ് ജി പി ടി. ചാറ്റ് ജി പി ടിയെ ബന്ധപ്പെട്ട് ചാറ്റ് ജി പി ടി നിലവിൽ മൈക്രോസോഫ്റ്റ് ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. ഐ മീൻ മൈക്രോസോഫ്റ്റ് ആണ് ഇപ്പൊ അതിന്റെ മേജർ ഷെയർ ഹോൾഡർ ആയിട്ട് മാറിയിട്ടുള്ളത്. പക്ഷെ മൈക്രോസോഫ്റ്റിന് സ്വന്തമായിട്ട് മുമ്പ് ഒരു മറ്റേ ഇതുണ്ടായിരുന്നു, ചാറ്റ് ജി പി ടി പോലെ തന്നെ ഉണ്ടായിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതിന്റെ പേര്, ഓർക്കുന്നുണ്ടോ? മൈക്രോസോഫ്റ്റിന്റെ അല്ല, കോപ്പൈലറ്റ് അല്ല, ഗൂഗിളിന്റെ നമ്മൾ പറഞ്ഞു ബാർഡാണ്. ഗൂഗിളിന്റെ ബാർഡാണ്. മെറ്റയുണ്ട്. മെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് തന്നെ. ഫേസ്ബുക്ക്. ഓക്കെ. ഫേസ്ബുക്ക് ഉണ്ട്. ഫേസ്ബുക്കിന്റെ പേര് ലാമ എന്നാണ്. ഓക്കെ. ലാമ എന്നാണ് ഫേസ്ബുക്കിന്റെ ചാറ്റ് ജി പി ടിയുടെ പേര്. അതേപോലെ ഗൂഗിളിന്റെ ബാർഡാണ്. പക്ഷെ ഗൂഗിള് നിലവില് പുതിയൊരു സാധനം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ജെമിനി എന്നാണ് അറിയപ്പെടുന്നത്. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ചാറ്റ് ജി പി ടി ടൈപ്പ് മോഡലാണ് ജെമിനി. ഓക്കെ. ബാർഡും ജെമിനിയും ആരുടാണ്? ഗൂഗിളിന്റെയാണ്. അതേപോലെ ലാമ എന്ന് പറയുന്നത് മെറ്റയുടെയാണ്, ഫേസ്ബുക്കിന്റെയാണ്. ഓക്കെ. ഫേസ്ബുക്കിന്റെയാണ്. ഇനി മൈക്രോസോഫ്റ്റിന്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഞാനത് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം, നോട്ടിൽ ഉൾപ്പെടുത്താം കേട്ടോ. മൈക്രോസോഫ്റ്റും ഇതുപോലെ ഒരു സാധനം ഇറക്കിയിരുന്നു. ഓക്കെ. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഓപ്പൺ എ ഇപ്പോ മൈക്രോസോഫ്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. അവരിപ്പോ പുതിയ സാധനം ഇറക്കിയിട്ടുണ്ട്. അതിന്റെ പേര് GPT-O എന്നാട്ടോ. ചാറ്റ് ജി പി ടി ഏറ്റവും പുതിയ വേർഷനാണ് GPT-O. ഓക്കെ. കുറച്ചുകൂടെ ഫാക്ട്സ് ഉണ്ടായിരുന്നു, അതോടെ ഒന്ന് രണ്ടെണ്ണം കൂടെ നോക്കിയിട്ട് നമുക്ക് നിർത്താം. സമയം കഴിഞ്ഞു പോയോ? രണ്ട് ഫാക്ട് കൂടെ പറഞ്ഞോട്ടെ. ഒന്ന് രണ്ടെണ്ണം കൂടെ ഉണ്ട് നമ്മുടെ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള സാധനം. ഓക്കെ. ഇപ്പോ ചാറ്റ് ജി പി ടിക്ക് പകരമായിട്ട് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ചാറ്റ് ബോട്ട് ഏതാ? ഇന്ത്യ. കൃത്യം എന്നാട്ടോ അതിന്റെ പേര്. കൃത്യം. എന്താണ്? കൃത്യം. KRUTRIM എന്നാണ്. കൃത്യം എന്നാണ് വായിക്കുക. ഓല ഉണ്ടല്ലോ, ഓല എന്നുള്ള കമ്പനി കേട്ടിട്ടില്ലേ? ഓലയാണ് എന്ത് കൃത്യം പുറത്തിറക്കിയത്. ഓക്കെ. ഭവിഷ് അഗർവാൾ എന്ന് പറഞ്ഞ ആളാണ് അപ്പൊ ഓലയുടെ സ്കൂട്ടർ പോലെയൊക്കെ തന്നെ ആയിരിക്കും സംഭവം. എന്തോ. ഓക്കെ. കൃത്യം ഫൗണ്ടേഷന്റെ സ്ഥാപകൻ ഭവിഷ് അഗർവാളാണ്. ഇനി ചാറ്റ് ജി പി ടി പോലെ തന്നെ റിലയൻസ് ജിയോ, അതേപോലെ IIT ബോംബെ, ഇവർ രണ്ടുപേരോടെ ചേർന്നിട്ട് ഉണ്ടാക്കിയ സാധനമുണ്ട്. അതിന്റെ പേരാണ് ഭാരത് ജി പി ടി. ഓക്കെ. ഭാരത് ജി പി ടി. ഇതും ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഉണ്ടാക്കിയത് ആരാ? നമ്മുടെ ജിയോയും അതേപോലെ IIT ബോംബെയോടെ ചേർന്നിട്ടാണ് ഭാരത് ജി പി ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ചാറ്റ് ജി പി ടിക്ക് പകരമായിട്ട് എലോൺ മസ്കിന്റെ കമ്പനി പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക്. എന്താണ്? ഗ്രോക്ക് എന്ന് പറയുന്ന ഒരു ചാറ്റ് ബോട്ട് ഉണ്ട് കേട്ടോ. ഇനി ഒറ്റ ചോദ്യം, ചാറ്റ് ജി പി ടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം, ആദ്യ രാജ്യം, ചാറ്റ് ജി പി ടി നിരോധിച്ച ആദ്യത്തെ രാജ്യം, ചാറ്റ് ജി പി ടി നിരോധിച്ച രാജ്യം.
ഗ്രോക്ക് GROK ആണ്, GROK ആണ്, GROK, CK അല്ല, GROK. ഇറ്റലി, യെസ്, ഇറ്റലിയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്ത് ചാറ്റ് GPT ബാൻ ചെയ്തത്. പ്രൈവസി ഇഷ്യൂ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ബാൻ ചെയ്തത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനിയും കുറച്ചുകൂടെ ഫാക്ട്സ് ഉണ്ടായിരുന്നു, എനിവേ മാക്സിമം ഞാൻ നോട്ടിൽ ഉൾപ്പെടുത്താൻ നോക്കാം. ഓക്കെ, യെസ്, ഇറ്റലിയിലാണ് ഇപ്പൊ G7 ഉച്ചകോടി നടക്കുന്നത് അല്ലെ. ആ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? G7 ഉച്ചകോടി നടക്കുന്ന സ്ഥലം ഏതാ എക്സാക്ട്ലി? ആ സ്ഥലത്തിന്റെ പേരെന്താ പറയാൻ പറ്റുമായിരിക്കും? ഇറ്റലിയിൽ എവിടെയാ നടക്കുന്നത്? ഇറ്റലിയിൽ ഒരു സ്ഥലമുണ്ട്, അപ്പുലിയ എന്നെങ്ങാണ്ടാണ് പേര് തോന്നുന്നു അല്ലെ. ബോർഗോ ആണോ, അപ്പുലിയാണോ? ഒന്ന് നോക്കിയേക്കണേ. ഞാൻ ജസ്റ്റ് കണ്ടപ്പോ എനിക്കൊന്ന് ഓർമ്മ വന്നു, വായിച്ച ഓർമ്മയുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും യെസ് യെസ്, അങ്ങനെ എന്തോ ആണ് ഞാനും കേട്ടത് ന്യൂസ് വായിച്ചപ്പോ. ഓക്കെ, എനിവേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് വേറൊരു ദിവസം വേറൊരു ടോപ്പിക്കുമായിട്ട് പറ്റുമെങ്കിൽ വരാം. അപ്പൊ ഇന്ന് പറഞ്ഞെല്ലാം ക്ലിയർ ആയി വിചാരിക്കുന്നു. അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്, താങ്ക് യു.